ഹല്ലേലൂയ. സ്തോത്രം. സർവശക്തൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് ഈ രാത്രികാലം നമ്മുടെ മധ്യേ മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, WOM ചർച്ചിൻ്റെ മേലധികാരികളായിരിക്കുന്ന ദേവദാസന്മാർ, സഭാ ശുശ്രൂഷകനായിരിക്കുന്ന രാജു പാസ്റ്റർ, മറ്റ് ശുശ്രൂഷകർ, വിലപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച അനുഗ്രഹിക്കപ്പെട്ട കൊയർ, ഇവിടെ ആയിരിക്കുന്ന വിശ്വാസി സമൂഹം, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഈ ദേശനിവാസികൾ ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും നന്ദിയെയും അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര പേർ ക്രിസ്തുവിൽ സന്തോഷമായിരിക്കുന്നുവെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മുഖത്ത് അല്പമല്ലാത്ത ആശങ്കയുണ്ട്. ഈ സഹോദരി ഇന്ന് എന്തായിരിക്കും ഞങ്ങളോട് പറയാൻ പോകുന്നത്? ദൈവത്തിൻ്റെ ആലോചന എന്തായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി നൽകി തരുന്നത്? ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ തീരെ പരിചയം ഉണ്ടായിരിക്കില്ല. ദൈവദാസനുമായിട്ട്, രാജു പാസ്റ്ററുമായിട്ടും സന്തോഷ് പാസ്റ്ററുമായിട്ടും ഫോണിലുള്ള ജസ്റ്റ് ഒരു പരിചയമേ എനിക്കും ഉള്ളൂ. പക്ഷേ എനിക്കെൻ്റെ യേശു കർത്താവിൽ വിശ്വാസമുണ്ട്. നമ്മൾ വളരെ പരിചിതരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ നടത്തിപ്പുള്ളപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിചയങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഒരു ശരീരത്തിലെ പല അവയവങ്ങളായിരിക്കുന്ന നാം, പ്രിയമുള്ളവരെ, അപരിചിതരല്ല. ഹല്ലേലൂയ. കർത്താവ് എനിക്കിങ്ങനെ നൽകി തന്ന ഈ മഹനീയ ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒട്ടും യോഗ്യതയില്ലാത്ത സ്ഥാനത്താണ് നിങ്ങളുടെ മുന്നിൽ ഈ മാന്യ പരിവേഷം നൽകി ദൈവം കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അതിനെത്ര സ്തുതിച്ചാലും മതി വരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ഇത് സാധാരണ സാക്ഷ്യം പറയുന്ന എല്ലാ വ്യക്തികളും തന്നെ പറയുന്നതായിരിക്കാം, ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുവാൻ അല്ലെങ്കിൽ ഈ പുസ്തകം എടുക്കാൻ ഒരു യോഗ്യതയുമില്ല. എന്നാൽ പ്രിയമുള്ളവരെ പറയട്ടെ, ചില വർഷങ്ങൾക്ക് മുൻപ് ഈ പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് വല്ലവരും വല്ലതും എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ജീവിക്കാനാവില്ല, അധ്വാനിച്ച് ജീവിക്കണമെന്ന് എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി വളരെ ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ പറഞ്ഞ ഒരു വ്യക്തിയെ ദൈവം പണിതെടുത്ത് ഈ പുസ്തകത്തെ ചുമക്കുവാൻ, ഈ പുസ്തകത്തെ സാക്ഷിക്കുവാൻ ആക്കി വെച്ചത് എൻ്റെ ദൈവത്തിൻ്റെ എത്ര വലിയ മനസ്സലിവാണെന്നോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. എൻ്റെ കുടുംബനാഥൻ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഉപജീവന പാതയോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ദേശമായി കടന്നുപോയി കർത്താവ് ഭരമേൽപ്പിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടായിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞങ്ങൾ രണ്ടു കൂട്ടരും അതിന് യോഗ്യരല്ല. ഞങ്ങൾക്ക് കുടുംബക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരല്പമായ തീവ്രവാദിയായിരുന്നു എന്ന് പറയാം. 20-ാമത്തെ വയസ്സിൽ അത്യാവശ്യം ലൗകിക ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന സംഘടനയിൽ ചേർന്ന് ബ്രഹ്മചര്യം സ്വീകരിച്ച് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കടന്നുപോയ വ്യക്തിയാണ്. എന്നാൽ ഞാൻ അന്വേഷിച്ച ദൈവത്തെ എനിക്ക് കണ്ടെത്താനായില്ല. എനിക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു, സ്വന്തമായി ക്ഷേത്രം ഉണ്ടായിരുന്നു, സ്വന്തമായി എനിക്ക് മൂർത്തികളുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ എനിക്ക് മറ്റൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ പിതാവ് വളരെ നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെതെന്ന് പറയപ്പെടുന്ന ഒരു ചിത്രവും ഞങ്ങളുടെ പൂജാമുറിയിൽ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മമതയുണ്ടായിരുന്നുവെങ്കിലും ഈ ക്രിസ്തീയതയോട് വളരെ അറപ്പായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ സാക്ഷ്യം അല്പമായി പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ കേട്ട് വളർന്നതും ഞാൻ പഠിച്ചതും ഇതൊരു വിദേശ മതമാണ്. നമുക്ക് ഭാരതീയമായൊരു നല്ല മതം ഉണ്ട്. ആ സ്ഥിതിക്ക് ഒരു വിദേശ മതത്തിൻ്റെ ആവശ്യം എനിക്കില്ല, എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്ത്യാനികളോട് വളരെയധികം വെറുപ്പായിരുന്നു. പ്രത്യേകിച്ചും വെള്ളവസ്ത്രധാരികളായിട്ടുള്ള ആഭരണങ്ങളൊന്നും ഉപയോഗിക്കാതെ നടക്കുന്ന ക്രിസ്ത്യാനികളോട് വളരെ അറപ്പായിരുന്നു. ഞാൻ അത്തരക്കാരോട് സംസാരിക്കാറേ ഇല്ല. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും വന്ന പരാജയങ്ങളുടെ മധ്യത്തിൽ ദൈവം ചില സുവിശേഷകരെ, ചില ആശ്വാസകരെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അയച്ചപ്പോഴൊക്കെയും ഞാൻ അവരെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം സുവിശേഷത്തിന് ചെവി കൊടുക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. ഞാൻ അത്രയ്ക്കും മാത്രം സുവിശേഷത്തെ വേർതിരുന്നു.
എന്നാൽ എനിക്ക് മറ്റൊരു വശം ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയും ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അത്യാവശ്യം വിദ്യാഭ്യാസം കിട്ടി, ഞാനൊരു അധ്യാപികയായിട്ട് മാറി. അതോടൊപ്പം ദൈവം എന്നെ മറ്റൊരു മേഖലയിൽ അഭ്യസിപ്പിച്ചു. മീഡിയ പ്രവർത്തനങ്ങളിലായി ദൂരദർശനിലും ആകാശവാണിയിലുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പല മേഖലകളിലായിരിക്കുമ്പോഴും എൻ്റെ മനസ്സിലെ ഒരു ചിന്ത, ഞാൻ ധരിച്ചു വച്ചിരിക്കുന്ന സത്യങ്ങളെ എനിക്ക് ദേശത്തിലൊക്കെ അറിയിക്കണം. പ്രിയമുള്ളവരെ, എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ എൻ്റെ ദേശത്തുണ്ടായിരുന്ന കുറച്ച് ക്രിസ്തീയ കുട്ടികളെ തന്നെയാണ് നോട്ടമിട്ടത്. പല ഡിനോമിനേഷനിലായിട്ട് വളർന്നു വന്നിരുന്ന, വചനത്തിൽ വളർത്തപ്പെട്ടിരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ശേഖരിച്ച് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അവരെ വളച്ചൊടിച്ചു. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചിലത് അവരെ അഭ്യസിപ്പിച്ചു. നിങ്ങൾക്കറിയുമല്ലോ, ഇസ്രായേലിൽ നിന്ന് ഒരു കൂട്ടം യൗവനക്കാരെ പിടിച്ചുകൊണ്ടുപോയി ബാബേലിൽ കൊണ്ടുചെന്ന് കൽദയ ഭാഷയും മറ്റു ശാസ്ത്രങ്ങളും അഭ്യസിപ്പിച്ച ഒരു രാജഭരണം നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന പൈശാചിക ശക്തി എന്ന് വേണമെങ്കിൽ പറയാം, ആ ശക്തി എന്നെ കൊണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യിച്ചു. എന്നാൽ എൻ്റെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വൻ തകർച്ചകൾ ഉണ്ടാകുമ്പോഴും തോൽവി സമ്മതിച്ചു കൊടുക്കുവാൻ അല്പവും മനസ്സുണ്ടായിരുന്ന വ്യക്തിയായിരുന്നില്ല ഞാൻ. ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചു ഏകദേശം 3 വർഷമാകുമ്പോൾ താങ്ങാൻ വയ്യാത്ത കടഭാരത്താൽ ഞങ്ങളുടെ കുടുംബജീവിതം അധപ്പതിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ദൈവം നൽകി തന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു, മകൾ. ഇപ്പോഴവൾ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. എന്നാൽ അന്ന് 9ാം മാസത്തിൽ ഞങ്ങൾ കണ്ടെത്തി അവൾക്ക് ഒരു ഡെഫിഷ്യൻസി ഉണ്ട്, ശാരീരികമായി വലിയൊരു കുറവുണ്ട്. അവളുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഏത് കാൽസ്യ ആഹാരവും അവളുടെ ശരീരത്തിൽ നിന്ന് യൂറിനിലൂടെ പുറത്തു പോവുകയാണ്. അതും കൗണ്ട്ലെസ് ക്രിസ്റ്റൽസ് ആയിട്ട് യൂറിനിലൂടെ പുറത്തു പോകുന്നത് കൊണ്ട് കിഡ്നിയൊക്കെ വേഗത്തിൽ ബാധിക്കാം, വേഗത്തിൽ കിഡ്നിയൊക്കെ അപകടത്തിലാകാം. മറ്റൊരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ, അവളുടെ അസ്ഥികൾക്ക് തീരെ ബലമില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ വേണ്ടി മെഡിസിൻ കൊടുക്കാം. ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. സാമ്പത്തികമായി ഞങ്ങൾ വളരെ പിന്നോക്കം പോയി. ഞങ്ങളുടെ ജീവിതമാകെ പ്രതീക്ഷയില്ലാതായി. ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു, ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് അവസാനിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ ചുരുക്കി അങ്ങ് പറയുകയാണ്. വലിയ സമ്പന്നതയിൽ ജീവിച്ചിരുന്നിട്ട് ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക്, ഏറ്റവും താഴ്ത്തപ്പെടുന്ന അവസ്ഥയിലേക്ക്, ഡോക്ടറിനോട് പോലും കടം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറ്റപ്പെട്ടു. ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. ഞങ്ങൾക്ക് ആരിൽ നിന്നും ആശ്വാസം കൈക്കൊള്ളാനായിട്ട് മനസ്സുമില്ല. ഞങ്ങളുടെ തോൽവി ലോകം അറിയരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ മരണമാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിച്ചു. എൻ്റെ കുടുംബനാഥൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം വിശ്വസിച്ചിരുന്ന വിശ്വാസ പ്രമാണം അനുസരിച്ച് വ്രതാനുഷ്ഠാനത്തിലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ വ്രതം പൂർത്തീകരിക്കപ്പെടും. അതുവരെ ആ രീതിക്ക് പോകണം. അതിനുവേണ്ടി അദ്ദേഹം ഒരുക്കത്തിലായിരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് ഒരു ചെറിയ സഭ, ഇവിടെ ഇപ്പോൾ നേരത്തെ പറയുമ്പോൾ ചെറിയ സഭ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ചെറിയ സഭകൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ! മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അത് ദൈവം ഉയർത്തി വെച്ചിരിക്കുന്നതാണ് എങ്കിൽ പ്രിയമുള്ളവരെ, അവൻ ചെറുതെന്ന് നിങ്ങൾ ഓർക്കണ്ട, അവൻ ചെറുതെന്നോർത്ത് തുച്ഛീകരിക്കേണ്ട. ദൈവത്തിന് ചില പദ്ധതികൾ ദേശത്ത് വെളിപ്പെടുത്തേണ്ടതിന് ചെറുത് തന്നെയാണ് ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ യാദൃശ്ചികമായി കടന്നുപോയ സഭയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആർക്കും ഞങ്ങളുടെ മനസ്സിനെ തിരിക്കാൻ പറ്റില്ല. മാനുഷികമായ ഒരു ഉപദേശത്തിന് ഞങ്ങൾ ചെവി കൊടുക്കില്ല. ഞങ്ങളൊരു ആശ്വാസത്തിന് വേണ്ടി ഒരു സഭയിലേക്ക് കടന്നു പോയതല്ല, ഒരു വിടുതലിന് വേണ്ടി കടന്നു പോയതല്ല. ഞങ്ങളുടെ സഹോദരൻ അവിടെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയതാണ്. പക്ഷേ അന്ന് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി രക്ഷയ്ക്കായി ഒരുക്കിയിരുന്ന ദിവസമായിരുന്നു അന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ത്രീകളുടെ ഭാഗത്ത് ഞാനും പുരുഷന്മാരുടെ ഭാഗത്ത് എൻ്റെ ഹസ്ബൻഡും ഇരുന്നു, എൻ്റെ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അതെങ്ങനെയെന്ന് വർണ്ണിക്കാൻ എനിക്ക് സമയം പോരാ, അറിയില്ല. അത്രയ്ക്കും മാത്രം അത്ഭുതകരമായിരുന്നു അത്. പ്രിയമുള്ളവരെ, അന്ന് വരെ ജീവിച്ചിരുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ കൈക്കീഴിൽ ഒതുങ്ങിയിരുന്ന, അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് വഴിമാറാമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ ദൈവം ഒന്ന് തൊട്ടു. ആമേൻ. എരിയുന്ന തീച്ചുളയ്ക്കകത്ത് കിടന്നിരുന്ന ഒരു വസ്തുവിനെ എടുത്ത് ഒരു ഐസ് ക്യൂബിനുള്ളിലേക്ക് ഇട്ടാൽ എത്രത്തോളം ആശ്വാസമായിരിക്കുമോ അതുപോലെ ദിവ്യമായൊരു സമാധാനം ഞങ്ങളുടെ മേൽ ഇടിച്ചിറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കറിയില്ല അത് രക്ഷയുടെ സന്ദേശമാണെന്ന്. ഞങ്ങൾക്കറിയില്ല ഈ
ഇത്രയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് അനേകം ദൈവങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്കില്ല, കഴിവ് ഞങ്ങൾക്കില്ല. പക്ഷേ അന്ന് ദൈവം ഞങ്ങളെ ചേർത്തണച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ഏകദേശം 16 വർഷത്തിലധികമാകുന്നു ഞങ്ങൾ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കണ്ടുകൊണ്ട് സാക്ഷികളായി ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞങ്ങൾ അനേക ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്, അനേക ആചാരാനുഷ്ഠാനങ്ങൾ, പൂജാവിധികൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിന് എങ്ങനെയെങ്കിലും ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചു. വളരെ പ്രശസ്തരായ ചില ജ്യോത്സ്യന്മാരെ കാണുമ്പോൾ അവളുടെ ജാതകം എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് ഉപദേശിച്ചത് 3 വയസ്സ് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നാണ്. അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞു 3 വയസ്സിന് ശേഷം ഈ കുട്ടി കിടക്കയിലായി പോകും, കിടന്നു പോകുന്നൊരവസ്ഥയിലായി പോകും. കാരണം അവളുടെ അസ്ഥികൾക്ക് ബലമില്ലാതെ വരും, ശരീരത്തിന് ഭാരം വന്ന് തുടങ്ങുമ്പോൾ കുഞ്ഞിന് നടക്കാൻ പറ്റാത്താവും. നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങളെ ലഭിക്കും. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ട് അതിനങ്ങനെ കിടക്കട്ടെ എന്ന് ചിന്തിക്കാൻ ഏത് മാതാപിതാക്കൾക്കാണ് കഴിയുന്നത്? രാത്രികാലങ്ങളിൽ പൊള്ളുന്ന പനിയായിട്ട്, ഇൻഫെക്ഷനായിട്ട് എൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ പനിയിൽ എൻ്റെ കുഞ്ഞങ്ങ് മരിച്ചു പോയെങ്കിലെന്ന്. എന്താണെന്നറിയാമോ? ഇന്ന് നമ്മൾ പത്രവാർത്തകളിലൊക്കെ വായിക്കുന്നത് പോലെ സ്വന്തം കുഞ്ഞിനെ കൊന്നു എന്ന ഒരു ദുഷ്ടത പ്രവർത്തിക്കാതിരിക്കാൻ ഒരു ദൈവം ഉണ്ടെങ്കിൽ ജീവിക്കണേന്നല്ല, സുഖമാവണേന്നല്ല. കാരണം എല്ലാവരും കൈയൊഴിഞ്ഞു, ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞു, ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ ഞങ്ങളെ കൈയൊഴിഞ്ഞു. രക്ഷിക്കുവാൻ ആരുമില്ല, ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ഒരു പനിയിൽ ഒതുങ്ങി അങ്ങ് തീരുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പോയി ആത്മഹത്യ ചെയ്യാം. അല്ലാതെ ഞങ്ങൾ എങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങൾ. എന്നാൽ അന്ന് ആ ചർച്ചിൽ നിന്ന് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവദാസൻ വന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഒരു രോഗം കാണിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ആ കുഞ്ഞിൻ്റെ തലയിലേക്ക് കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്ന് പോലും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരുന്നവരല്ല. പ്രിയമുള്ളവരെ, 1 മാസം ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ മറന്നുപോയി. ഞങ്ങൾക്ക് എപ്പോഴും ഈ ചർച്ചിലേക്ക് പോകണം, ദൈവത്തെക്കുറിച്ച് അറിയണം, ആരാധിക്കണം, പ്രാർത്ഥിക്കണം, അത് മാത്രമായി ഞങ്ങളുടെ ചിന്ത. ഞങ്ങൾ അതിനുവേണ്ടി വിരഞ്ഞോടുന്ന ഒരു അനുഭവമായി. അതുകൊണ്ട് കുഞ്ഞിൻ്റെ രോഗമൊന്നും ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ 1 മാസത്തിനുള്ളിൽ കുഞ്ഞിന് അസുഖമേ വന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് ഓടുന്നതാണ്. ഒടുവിൽ 1 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ലാബിലുള്ളവർ, നിങ്ങൾക്കറിയായിരിക്കും കരകുളത്തിൻ്റെ ഭാഗത്തൊരു ലാബുണ്ട്, അവിടെയായിരുന്നു സ്ഥിരമായിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്നത് കരകുളത്തായിരുന്നു. ആ ലാബിലെ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, ഈ യൂറിൻ ക്ലീനാണ്, എന്തോ എനിക്ക് കയ്യബദ്ധം എന്തോ പറ്റിയെന്ന് തോന്നുന്നു, വേറൊരു ലാബിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ പേരൂർക്കടയിൽ വേറൊരു ലാബിൽ കൊണ്ടുപോയി കൊടുത്തപ്പോഴും അവിടുന്ന് റിസൾട്ട് വന്നു. നിറയെ ക്രിസ്റ്റൽസ് ആയിട്ട് എണ്ണാൻ പറ്റില്ലെന്ന് അതുവരെ പറഞ്ഞ് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരുന്ന സ്ഥാനത്ത് ഞങ്ങൾക്ക് റിസൾട്ട് തന്നത് ഒരു ക്രിസ്റ്റൽ പോലും ഇല്ലാത്ത ക്ലീൻ യൂറിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് ദൈവം ഞങ്ങൾക്ക് ആദ്യമായി നൽകി തന്ന അടയാളമാണ് അത്. ഞങ്ങളുടെ ദൈവം അത്ഭുത മന്ത്രിയാണ് എന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം തെളിയിച്ചു. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ സ്ഥാനത്ത് സൗഖ്യമാകില്ല എന്ന്, അല്ലെങ്കിൽ സൗഖ്യമാക്കാൻ കഴിയാത്ത ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞിന്ന് 18 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, +2 എക്സാം എഴുതിയിട്ട് നിൽക്കുന്നു, ആരോഗ്യത്തോടെ സന്തോഷത്തോടെ. ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയിലായിരുന്നു. കർത്താവിന് വേണ്ടി വിലപ്പെട്ട സാക്ഷ്യമായി നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ യാത്ര ദൂരം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കൊയറിനോടൊപ്പം പൈതലിനെയും കയറ്റാൻ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ പാടുമ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം എല്ലാവർക്കും ദൈവം പ്രത്യേക ടാലൻറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ശബ്ദം, നന്നായി പാടുന്ന കുഞ്ഞുങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി നൽകുന്ന തലമുറയുടെ മേൽ ദുഷ്ടൻ വെച്ചിരിക്കുന്ന വെല്ലുവിളികളെ തകർക്കണമെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഈ അരുമ രക്ഷകൻ്റെ കയ്യിലങ്ങ് കൊടുത്താൽ മതി. ഏതെങ്കിലും തരത്തിൽ തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ ധൈര്യത്തോടെ നിങ്ങളുടെ മുന്നിൽ യേശു കർത്താവിൻ്റെ നാമത്തിൽ പറയുന്നു, തലമുറകളെ കർത്താവിൻ്റെ കയ്യിൽ വിശ്വാസത്തോടെ ഭരമേൽപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെയും വലിയൊരു കാത്തിരിപ്പിന് ശേഷം കർത്താവ് ഒരു തലമുറയെ കൂടി തന്നു. അവനിപ്പോൾ 10 വയസ്സുണ്ട്, 18 വയസ്സും 10 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കുടുംബമായി ശുശ്രൂഷയിലാണ്. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ശരീരത്തിൽ സൗഖ്യമാകില്ല എന്ന് പറഞ്ഞിരുന്ന അനേക രോഗങ്ങൾ ദൈവം വിടുവിച്ചു. അതിലൊന്നായിരുന്നു എൻ്റെ നട്ടിൽ അകത്തേക്ക് വളഞ്ഞു പോയിരുന്നു. സിസേറിനുള്ള ബന്ധത്തിൽ എൻ്റെ നട്ടിൽ അകത്തേക്ക് വളഞ്ഞു പോയിട്ട് 2 സിസേറിൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ശവം പോലെയായി. എനിക്ക് നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല. ഞാനൊരു ടീച്ചറാണ്, കൂടുതൽ നിന്നാണ് ടീച്ച് ചെയ്യുന്നത്. എനിക്ക് വളരെ പ്രയാസമായി. ഒടുവിൽ ഞാൻ എൻ്റെ ജീവിതം വെറുത്തു. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യട്ടെ?
എനിക്കൊരു ആശ്വാസത്തിന് ഒരു വഴിയില്ല. ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക ശുഭ, പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുക, സഹിക്കാൻ വയ്യാത്ത വേദന വരുമ്പോൾ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുക. ഞാൻ പക്ഷേ പെയിൻ കില്ലേഴ്സിൻ്റെ ഡേഞ്ചർ എനിക്കറിയാം, അത് ശരീരത്തിൽ എത്രത്തോളം ദോഷം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ചില്ല. പക്ഷെ കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യട്ടെ? എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ കർത്താവേ? ഞാൻ മറ്റുള്ളവർക്കൊരു ബാധ്യതയായിട്ട് ഇരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നടന്നില്ല. ഞാൻ തിരിച്ച് ബസ്സിന്, KSRTC ബസ്സിന് ഈസ്റ്റ് പോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കർത്താവ് എന്നെ ശബ്ദം കേൾപ്പിച്ചു, നിനക്ക് ചികിത്സ വേണ്ട, നിനക്ക് ചികിത്സ വേണ്ട. ഹല്ലേലൂയ! എത്ര പേർ ഇത് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. കർത്താവ് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് നല്ല വൈദ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അന്ന് ഞാൻ ആ വാഹനത്തിൽ വരുമ്പോൾ ഞാനും ചിന്തിച്ചു, കർത്താവ് എന്നോട് പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ കർത്താവിനൊരു പ്രവൃത്തിയുണ്ട്. ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരുന്ന അത്യാവശ്യം മെഡിസിൻസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി. എന്നിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ വന്ന ഒരു 6 മാസം എനിക്ക് വളരെ ശോധനയുടെ സമയമായിരുന്നു. തീരെ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ഓർത്തു, കർത്താവിന് എന്നോട് എന്തോ ചെയ്യുവാനുണ്ട്. പലപ്പോഴും ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുള്ളതിനൊക്കെയും കർത്താവ് മറുപടി തന്നിട്ടുള്ളത് കൊണ്ട് അതും ഞാൻ വിശ്വസിച്ചു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന തിരുവചനം ഉള്ളിടത്തോളം എനിക്ക് സൗഖ്യം തരുവാൻ എൻ്റെ ക്രിസ്തു മതിയായവൻ. ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവ് ഒരു മിഥ്യാമൂർത്തിയല്ല, ഒരു ഐതിഹ്യ കഥാപാത്രമല്ല, ഒരു കേട്ടുകേഴ്വിയല്ല, ജീവിക്കുന്ന ക്രിസ്തുവാണ്. എന്നെ മരണത്തിൽ നിന്ന്, നിത്യപാപ അഗ്നിയിൽ നിന്ന് എന്നെ വിടുവിച്ച് കൊണ്ടുവന്ന ദൈവത്തിന് എൻ്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, 2016 നവംബർ 1-ാം തീയതി കർത്താവ് എൻ്റെ നട്ടലിൻ്റെ വളവ് അത്ഭുതകരമായി മാറ്റി തന്നു. ഇന്ന് 2024 ഈ മാസം, ഈ ദിവസം വരെയും ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി എത്ര മണിക്കൂർ വേണം, ഒരു പക്ഷേ ഇന്ന് ഞാൻ അല്പസമയം ഇവിടെ ഇരുന്നപ്പോഴോ അല്ലെങ്കിൽ ബസ്സിന് യാത്ര ചെയ്ത് വന്നപ്പോഴോ അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്ത് വന്നപ്പോഴോ മാത്രമായിരിക്കും ഇരുന്നത്. കൂടുതൽ സമയം നിൽക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ എങ്ങും ഒരല്പം പോലും വേദനയില്ല. ഹല്ലേലൂയ! എൻ്റെ കർത്താവ് എത്ര വിശ്വസ്തൻ! ഹല്ലേലൂയ, ഹല്ലേലൂയ! എൻ്റെ കുടുംബനാഥൻ പുറകിലിരിപ്പുണ്ട്. ഏകദേശം 6 ഗുളിക കഴിച്ച് ദിവസം പ്രതി ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ഈ മനുഷ്യൻ ശരീരത്തിൽ മെഡിസിൻസ് കൊടുക്കരുത്, നിങ്ങൾ വീട്ടിൽ വെച്ച് സൈക്കോ തെറാപ്പി ചെയ്യുക, അതായത് മാനസികമായ സമാധാനവും സന്തോഷവും മാത്രം കൊടുക്കുക, ട്രീറ്റ്മെൻ്റ് ഒന്നും ഇനി ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട എന്ന് തിരുവനന്തപുരം സിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട 2 ഹോസ്പിറ്റലുകൾ, ഒന്ന് PRS ഹോസ്പിറ്റൽ, മറ്റൊന്ന് വേറൊരു പാളയത്തുള്ള ഹോസ്പിറ്റലുണ്ടല്ലോ, ഓക്കെ, ആ ഹോസ്പിറ്റലിൽ പറഞ്ഞു. പക്ഷേ പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവ് അദ്ദേഹത്തിന് ഇന്ന് വളരെ സ്വാതന്ത്ര്യത്തോടെ ഈ ഗുളികകളുടെയോ മരുന്നുകളുടെയോ ആശ്രയമില്ലാതെ അതിനുശേഷം, അതായത് ഡോക്ടേഴ്സ് വിധി എഴുതിയതിന് ശേഷം പുതുജന്മം നൽകി കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ! മെഡിസിനുകളുടെ ശക്തിയിലല്ല ഇന്ന് ജീവിക്കുന്നത്, ആത്മാവിൻ്റെ ശക്തിയിൽ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ! ഇനിയും എണ്ണമറ്റ സൗഖ്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്തത്രയും. എൻ്റെ തലയ്ക്കുള്ളിൽ ഇൻഫെക്ഷനായി, ബ്ലോക്കായി, അത് ദൈവം റേഡിയേഷൻ ചെയ്ത് പുറത്ത് തന്നു. ഒരു ഡോക്ടേഴ്സും തൊടാതെ, ഒരു മെഡിസിനും ചെയ്യാതെ. പ്രിയമുള്ളവരെ, ശരീരം മുഴുവൻ ചെലന്തി വിഷം ബാധിച്ചു പോയിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കില്ല, പ്രയാസങ്ങൾ വരാതിരിക്കില്ല, ഭാരങ്ങൾ വരാതിരിക്കില്ല. പക്ഷെ അതിൻ്റെ മധ്യത്തിലൊക്കെയും ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യുവാനുണ്ടെന്ന് വിശ്വസിച്ചാൽ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ! കോവിഡ് 2 പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം രഹസ്യമായിട്ട് വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നു. 2ാമത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതുകൊണ്ട് കോവിഡ് സെൻറ്ററിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ അവിടെയും ഒരു മെഡിസിൻ പോലും, ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഡിസിനോ ഉപയോഗിക്കാതെ, നേരെ വേണം ചൂടുവെള്ളം പോലും കുടിക്കാതെ, പ്രിയമുള്ളവരെ, ആയിരുന്നിട്ട് പോലും മറ്റുള്ളവർ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് എന്നറിയുന്നതിന് മുന്നേ കർത്താവ് എന്നെ നെഗറ്റീവാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ! വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ! പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ലക്ഷങ്ങളുടെ കടബാധ്യതകളെ മഞ്ഞുരുകുന്നത് പോലെ, സൂര്യൻ്റെ മുന്നിൽ മഞ്ഞുരുകുന്നത് പോലെ അത്ഭുത വഴികളെ ഒരുക്കി. വർഷങ്ങളെടുത്തു, ഒരു 3-4 വർഷങ്ങളെടുത്തു. പക്ഷേ ഞങ്ങൾക്കത് ഭാരമാകാതെ, ഞങ്ങളെ അത് തകർത്ത് കളയാതെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അതെല്ലാം നീക്കി തന്നു. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം മുഴുവനും ഞാൻ സാക്ഷ്യം പറയും. അത്രയ്ക്കും മാത്രം പറയുവാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അലതല്ലി വരുന്നുണ്ട്. എൻ്റെ മകനെക്കുറിച്ച് കൂടി ഒരു സാക്ഷ്യം പറയാം. അവൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ച് നൽകിയതാണ് ഇളയ പൈതൽ. 2 പൈതലും അങ്ങനെയാണ്. ഇളയ പൈതലിനെയും ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്. എൻ്റെ മകൾ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് ബർത്ത്ഡേ വരുന്ന അതേ മാസത്തിൽ തന്നെ എനിക്കൊരു സഹോദരനെയോ സഹോദരിയോ തരണമെന്ന് പറഞ്ഞ് കർത്താവിനോട് കരഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അവൾക്ക് ഒക്ടോബർ മാസം 8-ാം തീയതി ബർത്ത്ഡേ ആണ്. അവൾക്ക് ദൈവം കൊടുത്ത 7 വർഷത്തിന് ശേഷം കൊടുത്ത സഹോദരന് ഒക്ടോബർ മാസം 16
16-ാം തീയതി ബർത്ത്ഡേ ആണ്. അതായത് 8-ാം തീയതി അവൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും, 16-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പിടിവാശികൾ കർത്താവിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. ചില നമ്മുടെ സ്നേഹത്തോടെയുള്ള അവകാശം ചോദിക്കൽ, ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചാൽ തരും എന്ന് പറയുന്ന ഒരു ചോദിക്കൽ തന്നെ ദൈവത്തിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒരു അടുപ്പം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. പ്രിയമുള്ളവരെ, എൻ്റെ മകൾ CBSE സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റേറ്റ് സിലബസിൽ പോയി പഠിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, ഈ 2 വർഷം കൂടെ CBSE തന്നെ, അല്ല എനിക്ക് കോട്ടൺ ഹില്ലിൽ പഠിക്കണം, ഹോം സയൻസ് തന്നെ എടുത്ത് പഠിക്കണം. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് മാർക്കും CBSE മാർക്കും തമ്മിൽ ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്. എല്ലാം പറഞ്ഞ് അവളെ മനസ്സിലാക്കിച്ചിട്ടും ദൈവത്തോട് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവേ എനിക്ക് ഇന്ന സ്കൂളിൽ പഠിക്കണം, ഇന്ന സീറ്റ് തന്നെ എനിക്ക് വേണം. പ്രിയമുള്ളവരെ, ദൈവം അത് നൽകി കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു നിസ്സാര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 88% മാർക്ക് എൻ്റെ കുഞ്ഞിന് CBSEയിലുള്ളായിരുന്നു. അത് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ 78%. എന്നിട്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിൽ തന്നെ അവൾ ആഗ്രഹിച്ച സീറ്റിൽ എങ്ങനെയാണ് ലഭിക്കുക? ഞങ്ങൾക്ക് വേറെ പിടിപാടുകളൊന്നുമില്ല. ഞങ്ങൾ ആരുടെ മുന്നിൽ ഞങ്ങൾക്കൊരു സീറ്റ് തരണമെന്ന് പറഞ്ഞ് പോയി നിന്ന് യാചിക്കേണ്ടി വന്നില്ല. സ്വർഗത്തിലെ ദൈവം അവൾക്ക് ലിസ്റ്റിൽ 1ാമത് പേര് വരുത്തി. അതെങ്ങനെയാണെന്ന് ഞങ്ങളോട് ചോദിക്കരുത്, സ്വർഗത്തോട് ചോദിക്കണം. പ്രിയമുള്ളവരെ, എന്താഗ്രഹമാണ് ദൈവം നടത്തി തരാത്തത്? ഞങ്ങളുടെ മകൻ ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു വയസ്സോ 1.5 വയസ്സോട് ചേർന്നപ്പോൾ നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് പാട്ട് പാടും. എത്ര നല്ലവൻ എന്നെ യേശുനായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാടി നടക്കും. കോഡ്ലെസ് മൈക്ക് പോലെ എന്ത് സാധനം കിട്ടിയാലും എടുത്ത് കയ്യിൽ വെച്ചിട്ട് പാടിക്കൊണ്ട് നടക്കും. ഭയങ്കര സുവിശേഷ പ്രസംഗകനായിരുന്നു. ഞങ്ങൾ പരസ്യമൊക്കെ ചെയ്യാൻ പോവും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കൂടെ വന്നിട്ട് കോഡ്ലെസ് മൈക്ക് എടുത്തിട്ട് ജംഗ്ഷനുകളിലൊക്കെ നിന്നിട്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയും. വളരെ കുഞ്ഞു പ്രായമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനെ വളരെ സന്തോഷത്തോടിരിക്കുമ്പോൾ ഒരിക്കൽ കസേരയിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞ് വീഴാനിടയായി. പ്രിയമുള്ളവരെ, ഏകദേശം 2 വർഷത്തോളം 1.25 വർഷത്തോളം എൻ്റെ കുഞ്ഞിന് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. അവൻ സംസാരിക്കാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ടു പോയി. ഞങ്ങൾ വളരെ വേദനയിലായി. പലരും അവനെ നോക്കി വിക്കൻ എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. അവന് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ അറപ്പായി, വലിയ പ്രയാസമായി. സ്കൂളിലെ ഓറൽ ടെസ്റ്റ് നടക്കുമ്പോൾ LKGയിൽ വെച്ച് ടീച്ചർ പറഞ്ഞു, നീ പറയേണ്ട, പോയിരിക്കട അവിടെ എന്ന് പറഞ്ഞു. കുഞ്ഞു ഹൃദയം വളരെ വേദനിച്ചു. കരഞ്ഞുകൊണ്ട് വൈകുന്നേരം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഉത്തരം അറിയായിരുന്നു. ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്, വിക്കി ഒരുപാട് സമയമെടുത്താണ് പറയുന്നത്. പക്ഷെ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉത്തരം എനിക്കറിയായിരുന്നു, ടീച്ചർ പറയാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അതൊരു പെന്തക്കോസ്റ്റ് ടീച്ചറായിരുന്നു, എൻ്റെ ഫ്രണ്ടായിരുന്നു. എന്നിട്ടും എൻ്റെ കുഞ്ഞിനെ മുറിവേൽപ്പിച്ചു. ഞാൻ പറയും, കർത്താവ് ചിലത് കണ്ടിട്ടുണ്ടെങ്കിൽ ചില മുറിവുകൾ നമുക്ക് വരണം. ഹല്ലേലൂയ. ആ പിഞ്ച് ഹൃദയം വേദനിച്ചത് സ്വർഗം കണ്ടു. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്നവൻ നന്നായി പാടും, ഞാൻ ഉരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു എന്ന് പറഞ്ഞിട്ട്. ഇന്ന് അവസരം കൊടുത്താലെന്ന് പാടുമായിരുന്നു, കൊണ്ടുവന്നിട്ടില്ല. മറ്റൊരവസരത്തിൽ പാടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ കർത്താവ് എന്നെ ഹേമിക്കയാൽ പ്രിയമുള്ളവരെ വചനത്തിലേക്ക് വേഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം നൽകി തന്ന ദൂത് അറിയിച്ച് ഞാൻ ഇരുന്നു കൊള്ളാം. വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 11-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും എടുക്കാം. വിശുദ്ധ വേദപുസ്തകം കയ്യിലുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ദയവായി വിശുദ്ധ വേദപുസ്തകം തുറക്കണം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ മൈക്കിലൂടെ വായിച്ച് സഹോദരങ്ങൾ സഹായിക്കും. നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം.
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നാം സാക്ഷ്യം കേട്ടു, അനുഗ്രഹിക്കപ്പെട്ട കൊയറിനോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചു. ഇനി ദൈവം നമ്മളോട് പറയുന്നത് കേൾക്കുവാൻ നമുക്ക് കാതോർക്കാം. നമ്മുടെ ഹൃദയങ്ങൾ ഏകാഗ്രമായിരിക്കട്ടെ. വ്യക്തിപരമായി നമ്മുടെ ജീവിതം, നമ്മുടെ ജീവൻ കർത്താവുമായി ഒരു ബന്ധത്തിലാകുന്ന സമയമായി തീരട്ടെ. അരുമനാഥനെ അവിടെ നിന്ന് എന്നോട് സംസാരിക്കണം. കർത്താവേ, കാലങ്ങളെ വിവേചിക്കുവാൻ, ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കുവാൻ, കർത്താവിൻ്റെ വരവിങ്കൽ പ്രാഗൽഭ്യത്തോടെ പൊന്മുഖം കാണുവാൻ ആവശ്യമായത് ദൈവം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം പറയുന്നു, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും മറന്നുകൊണ്ടിരിക്കുന്ന സത്യത്തിലേക്ക് ദൈവം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാത്സല്യ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിൽ WOM സംഘടനയുടെ നേതൃത്വത്തിൽ കർത്താവേ, ഈ ദേശത്ത് മാറ്റമില്ലാത്ത സത്യസുവിശേഷം ഘോഷിക്കുവാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. അടിയങ്ങളെ അവിടുന്ന് കൂട്ടിവരുത്തിയതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ നാവോട് കൂടിരുന്ന് അവിടുന്ന് സംസാരിക്കണമേ. കേൾക്കുന്ന ജനവും ശുശ്രൂഷിക്കുന്ന അടിയങ്ങളും അവിടുത്തേത്, ഈ ദേശം അവിടുത്തേത്. ഈ ദേശം സ്വതന്ത്രമാകുവാൻ, യഹോവയാൽ പിടിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ സ്തോത്രത്തോടെ ഭരമേൽപ്പിക്കുന്നു. സകല ആധിപത്യങ്ങളെയും തകർക്കുന്ന അന്ധകാര പൈശാചിക വ്യാപാരങ്ങൾ സകലത്തെയും അടിയറവ് പറയിക്കുന്ന ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടിയുയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ മഹത്വം ദേശത്തിൽ വെളിപ്പെടട്ടെ. അവിടുത്തെ സ്നേഹം ദേശത്തിൽ വ്യാപരിക്കട്ടെ. അവിടുത്തെ സത്യത്താൽ അനേകർ സ്വതന്ത്രമാക്കപ്പെടട്ടെ. പരിശുദ്ധൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ഉപയോഗിക്കണമേ. മുഴുവൻ മഹത്വം അവിടുത്തേക്ക്. കർത്താവേ, ഈ സംഘടനയുടെ പിൻപിൽ നിന്നുകൊണ്ട് ഈ കൺവെൻഷന് വേണ്ടി അധ്വാനിക്കുന്ന സകലരെയും എൻ്റെ ദൈവം മാനിക്കണമേ. കരങ്ങളെ ബലപ്പെടുത്തണം, അധികാരപ്പെടുത്തണം. കർത്താവേ, പൊതുജനത്തിന് വേണ്ടി കർത്താവേ, ഒരു പൊതു ശുശ്രൂഷ പ്രിയപ്പെട്ടവർ ചെയ്യുമ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കപ്പെടട്ടെ. അവൻ സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ദൈവം, വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മഹാകരുണയും സാന്നിധ്യവും സ്നേഹവും സമൃദ്ധിയും കൊണ്ട് അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൻ്റെ മർമ്മങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ അമ്മേൻ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ വിലപ്പെട്ടതും ഘനമേറിയതുമായ ഒരു സന്ദേശമാണ് കർത്താവിന് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ഒരു പൊതു ശുശ്രൂഷയിൽ ഒരുപക്ഷെ ഇത്രയും ഘനമേറിയ ഒരു വാക്യത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അല്പം ശ്രമകരമായ കാര്യമാണ്. ഉപവാസ പ്രാർത്ഥനയിലാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഹല്ലേലൂയ. സഭയ്ക്കുള്ളിലാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എന്നാൽ പൊതുസഭയിൽ അല്ലെങ്കിൽ പൊതുവേദിയിൽ കർത്താവ് എന്തുകൊണ്ട് ഈ വചനം തന്നു എന്ന് ഞാൻ കർത്താവിനോട് തന്നെ ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ സംശയം തീർക്കേണ്ടത് കർത്താവിനോട് തന്നെയാണ്. ഹല്ലേലൂയ. ഉടനെ നമ്മൾ സെൻട്രൽ പാസ്റ്ററിനെ വിളിച്ചിട്ടല്ല ചോദിക്കേണ്ടത്, ഞാനിത് പറയണോ വേണ്ടയോ, ഇതിൻ്റെ ഭവിഷ്യത്ത് എതിലേ വരുമെന്ന് വിളിച്ച് പറയണോ വേണ്ട, കർത്താവിനോട് തന്നെ ചോദിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് എന്നെ ബലപ്പെടുത്തുകയാൽ മാത്രം നിങ്ങളുടെ മുന്നിലായിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ മേൽ വ്യാപരിക്കിയാൽ ഈ വചനത്തിലേക്ക് നമുക്ക് കയറി ചെല്ലാം. ആമേൻ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഒരു സുവിശേഷകൻ്റെ വാക്കാണിത്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിനെതിരായി പോരാടി നിന്നവനായിരുന്നു ശൗൽ. സുവിശേഷകരെ കൊന്നുമുടിക്കുന്നതിൽ രസം കണ്ടിരുന്നവനായിരുന്നു ശൗൽ. സുവിശേഷം അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം ദേശത്തിൽ ഉയരരുത് എന്ന് ആഗ്രഹിച്ചിരുന്നവനായിരുന്നു ശൗൽ. ഹല്ലേലൂയ. നമ്മുടെ ദേശത്തും ഒരുപക്ഷെ അങ്ങനെയുള്ള പ്രവൃത്തികൾ അധികമായി നടന്നു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പലപ്പോഴും സോഷ്യൽ മീഡിയ അതൊക്കെ നമുക്ക് കാണിച്ചു തരുമ്പോൾ എത്ര പേർക്ക് അതിൻ്റെ മേൽ ഒരു ആവലാതി ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസവും ഒരു ദൈവദാസൻ്റെ തലയിൽ മൈക്കെടുത്തടിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ, വേറൊരു ദൈവദാസനെ തറയിലിട്ട് ഇരുമ്പ് കോൽ കൊണ്ട് അടിച്ച് അദ്ദേഹത്തിൻ്റെ കാലുകളെ ഒടിക്കുന്നത് കണ്ടപ്പോൾ, വേറൊരു ദൈവദാസനെ നിലത്തിട്ട് വലിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്തത്.
ഒരു സാഡിസ്റ്റിക് മൈൻഡ് ഉള്ളത് കൊണ്ടല്ല പ്രിയമുള്ളവരെ. സുവിശേഷം കത്തുമ്പോൾ, ഹല്ലേലൂയ, സുവിശേഷത്തിൻ്റെ അഗ്നി പടരുമ്പോൾ ചില അണലികൾ പുറത്തേക്ക് ചാടും. അത് ചിലരുടെ കൈമേൽ ചുറ്റിയേക്കാം, ചിലരെ അത് ഉപദ്രവിച്ചേക്കാം, ചിലപ്പോൾ പ്രയാസങ്ങൾ വരുത്തിയേക്കാം. ഒന്ന് മനസ്സിലാക്കുക, സുവിശേഷം നമ്മുടെ ദേശങ്ങളിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അനേകം പാപികൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവന് വേണ്ടി നെട്ടോട്ടമോടുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ യൗവനക്കാർ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ പ്രിയമുള്ളവരെ, സുവിശേഷം അനേകരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അധ്യാപികയായിരുന്ന ഞാൻ ചില വർഷങ്ങളായി എൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് സുവിശേഷീകരണത്തിനായി എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ആലോചന പ്രകാരം സമർപ്പിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, എനിക്കറിയാം സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല. സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല. അവർക്ക് ഇഷ്ടാനുസരണം ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? നമ്മൾ കടകളിൽ കയറി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനുള്ളിൽ ലഹരി നിറച്ച് നമുക്ക് തരുന്നത് ആരാണ്? നമ്മുടെ ദേശം സുരക്ഷിതമല്ല, നമ്മുടെ ആരോഗ്യം സുരക്ഷിതമല്ല, നമ്മുടെ തൊഴിൽ മേഖലകൾ സുരക്ഷിതമല്ല. എല്ലാം തകിടം മറിഞ്ഞ ഒരവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കണ്ട് ദൈവജനം ഭയക്കുകയല്ല ചെയ്യേണ്ടത്, ഉണരുകയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൻ്റെ ഈറ്റുനോവ് ദേശത്ത് മുഴുവനും തെളിഞ്ഞും മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ വാർത്ത കേട്ടിട്ടുള്ളവർക്കറിയാം, ഇസ്രായേൽ വീണ്ടും ആക്രമിക്കപ്പെട്ടു. ഹല്ലേലൂയ. സന്തോഷിക്കുന്നില്ലാരും. അതിന് നമുക്കെന്താ സിസ്റ്ററെ? കുറേ നാളായില്ലേ ഇസ്രായേലിനെ പലരും ഇട്ട് ഞോടുകയാണല്ലോ. ഇന്ന് ഞോടിയിട്ടുണ്ടാവാം. നമുക്കതൊരു സാധാരണ കാര്യം മാത്രമാണ്. ഇല്ല പ്രിയമുള്ളവരെ, വചനത്തിൻ്റെ വ്യവസ്ഥയിലാണെങ്കിൽ ഇനി കാലം അധികമില്ല, ഇസ്രായേലിനെ തൊടേണ്ടവർ തൊട്ട് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം സ്വർഗത്തിലെ ദൈവം എഴുന്നേൽക്കാൻ സമയമായി. അവൻ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്ന പ്രവചനങ്ങളിൽ പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ ചിലത് നടക്കാൻ പോവുകയാണ്. അത് നമ്മൾ സ്വന്തം കണ്ണാൽ കാണും. ഒന്നുകിൽ ഒരുക്കപ്പെട്ടവരായി നാം കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടിട്ട് കാണും, അല്ലെങ്കിൽ തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിരാശയോടുകൂടി അത് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചിലത് പറയുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് പറയും, എന്നാൽ ചിലത് പറയുമ്പോൾ കർത്താവ് തരുന്ന നിയോഗത്തിൽ കർക്കശമായി തന്നെ പറയും. ആരും എന്നോട് പിണങ്ങരുത്. ഞാൻ നിങ്ങളെ പൂശി പറഞ്ഞിട്ട് പോയാൽ, ഒരു സുഖമുള്ള സുവിശേഷ പ്രസംഗം നടത്തിയിട്ട് പോയാൽ എനിക്ക് ഇത്ര രൂപ തരാം എന്ന് ദൈവദാസൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലോചനയുമായി പ്രാർത്ഥനയായി വരണം സിസ്റ്റർ എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ പറയട്ടെ, ഒരുക്കപ്പെടാത്തവർക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ കടന്നു പോകാൻ കഴിയില്ല. അത് ശുശ്രൂഷിക്കുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, വർഷങ്ങളുടെ പാരമ്പര്യം കൊണ്ട് കർത്താവ് നമ്മളെ കൊണ്ടുപോകില്ല. സംഘടനകളുടെ വ്യത്യസ്തത കൊണ്ട് ദൈവം നമ്മളെ കൊണ്ടുപോകില്ല, കൈക്കൊള്ളില്ല. പക്ഷെ കർത്താവ് നോക്കുന്നു, എനിക്കായി ഒരുങ്ങിക്കാത്തിരിക്കുന്ന സഭ, എനിക്കായി ഒരുങ്ങിക്കാത്തിരിക്കുന്ന സഭ. വേഗത്തിൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കും. ഇനി ദിവസങ്ങൾ മാത്രമേ, എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിക്കുന്നു. പ്രിയമുള്ളവരെ, ദിവസം നമുക്കറിയില്ല, സമയം നമുക്കറിയില്ല. പുത്രന് പോലും അത് വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനിയും സമയമുണ്ട്. 2 വർഷം കൂടി ചിട്ടി അടഞ്ഞ് തീരാനുണ്ട്. മകളുടെ കല്യാണം നടക്കാൻ ഇനി 6 മാസമുണ്ട്. അല്ല, ഇനി ജോലി കിട്ടാൻ ഇത്ര വർഷങ്ങൾ കൂടിയുണ്ട്, അല്ലെങ്കിൽ വസ്തു വിറ്റ് പോകാൻ ഇനിയും സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അലസരായിരിക്കേണ്ടിയ സമയമല്ല. സടകുടഞ്ഞെഴുന്നേൽക്കുക. എത്രത്തോളം അയ്യം വിളിക്കാൻ കഴിയുമോ അത്രത്തോളം അയ്യം വിളിക്കുക. എത്രത്തോളം ഉപവസിക്കുവാൻ കഴിയുമോ അത്രത്തോളം ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവസഭ ഉണർന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആശങ്ക തന്നെ നടക്കും. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവപുത്രൻ്റെ വരവിങ്കൽ വിശ്വാസം കണ്ടെത്തുമോ? അങ്ങനെ ഒരു വാക്യമുണ്ടോ സിസ്റ്ററെ പുസ്തകത്തിൽ? ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 8b ഒന്നെടുത്ത് വായിച്ചാൽ വേഗത്തിൽ നന്നായിരിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു കർത്താവാണ് ആശങ്ക അറിയിച്ചത്. വിശ്വാസം കണ്ടെത്തുമോ? എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. അപ്പൊ പിന്നെ നമ്മളെയൊക്കെ ഏത് വിഭാഗത്തിൽ പെടുത്തണം? കർത്താവ് അതൊരു അപൂർവ സംഭവമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം കണ്ടെത്തുമോ? നമ്മുടെ പേരെന്താണ്? നമ്മുടെ ഓമന പേരെന്താണ്? എല്ലാവരും ഉറക്കൊന്ന് പറയാമോ പ്ലീസ്? നമ്മുടെ പേര് വിശ്വാസി എന്നാണ്. ഹല്ലേലൂയ. വിശ്വാസികളായ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ
കർത്താവ് പറയുന്നു, ഞാൻ ഇവരുടെ ഇടയിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രിയമുള്ളവരെ, ഇത് മറ്റാരുടെയും വാക്കുകളല്ല, യേശു കർത്താവിൻ്റെ വാക്കാണെങ്കിൽ അതിൻ്റെ പിന്നിൽ നാം ഭയപ്പെടണം. കർത്താവ് വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മെ നോക്കിയിട്ട് പറഞ്ഞു, ഒരുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമായിരിക്കും. അവൻ വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ അടിമത്തത്തിൽ നിന്നും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ലക്ഷങ്ങളുണ്ടായിരുന്നു. വാഗ്ദത്ത ദേശത്ത് ദൈവം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എല്ലാവരെയും കൊണ്ടുപോയി എത്തിച്ചില്ല. നിങ്ങൾ പെറുപെറുത്താലും കുഴപ്പമില്ല, നിങ്ങൾ അനുസരണം കെട്ട് നടന്നാലും കുഴപ്പമില്ല, തോന്നിയവാസം കാണിച്ചാലും കുഴപ്പമില്ല, കൂട്ടുകെട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, അടിപിടി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ഒന്നും പ്രശ്നമല്ല, കയറി വാ കനാനിലേക്കെന്ന് വിളിച്ചില്ല. പ്രിയമുള്ളവരെ, ദൈവം സെലക്ട് ചെയ്തത് വളരെ കുറച്ചാണെങ്കിൽ അവൻ നമ്മെ കർത്താവ് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇത്രമാത്രം ഭയപ്പെടണം. കാരണം അവർക്ക് വേണ്ടി ക്രിസ്തു തകർക്കപ്പെട്ടിട്ടില്ല. നമുക്ക് വേണ്ടി യേശു കർത്താവിനെ, അവൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനായ പൊന്നോമന പുത്രനെ തകർത്തിട്ടാണ് ഈ ശ്രേഷ്ഠ പദവിയിൽ നമ്മെ ആക്കി വെച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലൻ ആദ്യമേ എഴുതി വെച്ചു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എന്തിനാ ദൈവദാസനെ ഞങ്ങളെക്കുറിച്ച് അങ്ങ് എരിയുന്നത്? അങ്ങയുടെ കാര്യം നോക്കിയാൽ പോരെ? ഇപ്പോൾ പാസ്റ്റർമാർക്ക് വിലയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഉപവസിക്കണം, അവരുടെ കവിളും കണ്ണും ഒക്കെ കുഴിയോ ഓട്ടോ ഒക്കെ ചെയ്യട്ടെ, നമുക്ക് കാര്യങ്ങളെല്ലാം നടന്നു കിട്ടണം. ഒരു പ്രാർത്ഥനാ വിഷയത്തിൽ വിടുതൽ വന്നില്ലെങ്കിൽ നമ്മൾ പറയും, പാസ്റ്ററിൻ്റെ പ്രാർത്ഥന ശരിയല്ല, പാസ്റ്ററിന് കൃപയില്ല. കൃപയുള്ള അടുത്തുള്ള ദേവദാസൻ്റെ അടുത്തേക്ക് പതുക്കെ ചുവട് മാറ്റി ചവിട്ടാം, അതായിരിക്കും നല്ലത്. പ്രിയമുള്ളവരെ, ഇല്ല, നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് സ്വർഗത്തിൽ നിന്നുള്ള അപ്പോയിൻമെൻ്റ് ആണ്, അത് വിലയേറിയതാണ്, വളരെ ശ്രേഷ്ഠമായതാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് എരിവോടെ എരിയുന്നു, ക്രിസ്തുവിൻ്റെ എരിവോടെ എരിയുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്ങളുടെ ആടുകൾക്ക് വേണ്ടി, അയ്യോ എൻ്റെ ആടുകൾ എന്താണ് ഇങ്ങനെ അനുസരിക്കുന്നില്ലല്ലോ, വചനം ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഇനി ഈ മാസത്തിൽ ഇങ്ങനെയൊക്കെ മീറ്റിംഗ് സംഘടിപ്പിക്കാം, ഇങ്ങനെയൊക്കെ ആരാധന സംഘടിപ്പിക്കാം, ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകൾ ക്രമീകരിക്കാം എന്ന് പറഞ്ഞ് അവർ ചിലതുകൂടി നമ്മൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ ഓർക്കുക, ഇത് അവരുടെ ഉള്ളിൽ കിടന്ന് കത്തുന്ന എരിവാണ്. നമ്മളെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തുവാൻ, നമ്മുടെ ജീവിതത്തെ പണിയുവാൻ, നമ്മുടെ കുറവുകളെ കണ്ടുണർത്താൻ ആമേൻ ഒരുക്കുന്ന ചില പ്രത്യേക ശുശ്രൂഷകളാണത്, ദൈവനിയോഗമാണത്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ, യേശുവിൻ്റെ എരിവോടെ, ക്രിസ്തുവിൻ്റെ എരിവോടെ എരിയുന്നു. കാരണം എന്താണെന്നല്ലേ? അവിടെ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം മാറിയില്ല, അതുകൊണ്ടുള്ള ദുഃഖമാണോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയില്ല, സാമ്പത്തിക ക്ലേശം മാറിയില്ല, ഇതുവരെയായിട്ട് ഒരു വീടായിട്ടില്ല, കൊച്ചിൻ്റെ കല്യാണം നടന്നിട്ടില്ല, ഇങ്ങനെ 100 കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ നോട്ടം തെറ്റിപ്പോയി. വാസ്തവമായും നമ്മുടെ നോട്ടം തെറ്റിപ്പോയി. ഇത്രയും വലിയ രക്ഷയുടെ സന്തോഷത്തിൽ നമ്മൾ ഇരുന്നിട്ട് ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ദൈവത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഹല്ലേലൂയ. നിങ്ങളാരും എന്നോട് പിണങ്ങരുത്. പ്രിയമുള്ളവരെ, ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇനി 1 രൂപ ഞങ്ങളായിട്ട് കടം വാങ്ങില്ല, ഇതുവരെ കാണിച്ച മണ്ടത്തരത്തിന് ദൈവം ഞങ്ങളോട് ക്ഷമിക്കണം, ഈ കടബാധ്യത എങ്ങനെ തീർക്കണമോ അങ്ങനെ അവിടുന്ന് തീർത്ത് തരണമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു പ്രധാനപ്പെട്ട തിളങ്ങുന്ന മുത്തുകിടപ്പുണ്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഞാനതിന് സാക്ഷിയാണ്, എൻ്റെ ദൈവം തീർത്തു തന്നു. ഹല്ലേലൂയ. അതിന് ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾ അനവധിയാണ് പ്രിയമുള്ളവരെ, അത്ഭുതകരമാണ്. ഹല്ലേലൂയ. നമ്മളെന്തിനാണ് ബേജാറാകുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ 1 മുഴം കൂട്ടാൻ കഴിയില്ല. ഹല്ലേലൂയ. 1 മുടി കറുപ്പിപ്പാനോ വെളുപ്പിപ്പാനോ. പ്രിയമുള്ളവരെ, ഇത് കർത്താവ് എണ്ണി വെച്ചിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ എത്രത്തോളം ശ്രേഷ്ഠരാണെന്നറിയാമോ? നമ്മെ ഇരുത്തിയിരിക്കുന്ന പദവി എത്ര വലുതാണെന്നറിയാമോ? ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ നാം അഭിമാനിക്കണം, നാം സന്തോഷിക്കണം. അപ്പം നമ്മുടെ ആവശ്യങ്ങളെ വലുതായിട്ട് എണ്ണരുത്. ഹല്ലേലൂയ. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും, എവിടെ കിടക്കും, ആരെടുത്തോണ്ട് പോകും, ആര് കുഴിച്ചിടും, ആര് അല്ലേ, അങ്ങോട്ട് കയറി പറയണ്ട. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതൊന്നും ചിന്തിക്കേണ്ട എന്നാണ് ദൈവവചനം. കർത്താവ് പറയുന്നു, വിചാരപ്പെടരുത്, നിന്റെ സകല ചിന്താകുലവും യഹോവയുടെ മേലിട്ടുകൊള്ളുക.
ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുല. ഇന്ന് രാത്രികാലം ആരുടെയെങ്കിലുമൊക്കെ ഹൃദയം വല്ലാതെ കലങ്ങിയിരിക്കുന്നെങ്കിൽ, മനസ്സ് പതറിയിരിക്കുന്നെങ്കിൽ, ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രികാലം കർത്താവിനോട് പറഞ്ഞ്, ദൈവമേ, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ എൻ്റെ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തിരിക്കുന്നു, എന്നോട് അവിടുന്ന് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. കർത്താവിന് അനിഷ്ടമായ പ്രവൃത്തി എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ വിചാരപ്പെടുന്നത്? ഹല്ലേലൂയ. പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ ആര് മാറ്റും സിസ്റ്ററെ? അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണ്ടേ? വേണ്ടെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയാത്തത് കർത്താവിൻ്റെ കയ്യിൽ അങ്ങ് കൊടുക്കുക. കർത്താവ് അത് സാധ്യമാക്കി തരും. പ്രിയമുള്ളവർ, അതിനാണ് ഞാൻ എൻ്റെ കൊച്ചു സാക്ഷ്യം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ആമേൻ. കർത്താവ് വിളിച്ച് വേർതിരിച്ച് കഴിഞ്ഞത് മുതൽ ഇന്നു വരെയും എന്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടോ അതിൽ വിടുതലുണ്ട്. ഹല്ലേലൂയ. പലതും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടില്ലാത്തതിന് വിടുതൽ കിട്ടിയിട്ടുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ സ്വതന്ത്രമാകാൻ കഴിയട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ നമ്മൾ സ്വാതന്ത്ര്യത്തോടെ നടക്കണമെന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, നാം ശ്രദ്ധിച്ച് നമ്മൾ വ്യാകുലപ്പെട്ട് ഒരുങ്ങേണ്ടിയ ചില കാര്യങ്ങളുണ്ട്. അതാണ് അവിടെ പറഞ്ഞത്. അപ്പോസ്തലന് ഭയം വന്നിരിക്കുന്ന കാര്യം ഇതാണ്: ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ ഇടയിലേക്ക് കടന്നുപോയി, കൊരിന്ത്യർക്കിടയിലേക്ക് കടന്നുപോയി, അവരോടും സത്യസുവിശേഷം പറഞ്ഞു. അവരിൽ കുറേ പേർ മാനസാന്തരപ്പെട്ടു, പാപങ്ങളെ ഉപേക്ഷിച്ചു, യേശു കർത്താവിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് കർത്താവിൻ രക്ഷിതാവുമാക്കി തീർത്തു. എന്നിട്ട് യേശു കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വലിയൊരു അപകടം സംഭവിച്ചു. അതാണ് കർത്താവിൻ്റെ ദാസൻ അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് ആ കാലഘട്ടത്തിലെ മാത്രം ഭയമല്ല, ഈ കാലഘട്ടത്തിലും ഏറ്റവും വലിയ അപകടമാണ്. നമുക്ക് സർപ്പത്തിൻ്റെ ആ വ്യാപാര ശക്തി ഇന്നും നമ്മെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹവ്വയെ ഏതു വിധത്തിലാണോ തള്ളിയിട്ടത് അതേ വിധത്തിൽ സദാസമയം വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് എങ്ങനെയെന്ന് കൂടി വിശുദ്ധ അപ്പോസ്തലൻ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിയുള്ളവരാണെങ്കിൽ കേട്ട് പഠിക്കാം, ബുദ്ധിയുള്ളവരാണെങ്കിൽ വായിച്ചു പഠിക്കാം, ബുദ്ധിയുള്ളവരാണെങ്കിൽ ധ്യാനിച്ചു പഠിക്കാം. ഇതൊന്നും വേണ്ട, ഞാൻ ഇച്ചിരി കൈയടിച്ചാൽ മതി, ഞാൻ ഇച്ചിരി കൂക്ക് വിളിച്ചാൽ മതി, ഞാൻ എന്നും സ്തോത്ര കാഴ്ച കൊടുത്താൽ മതി, എനിക്ക് സ്വർഗത്തിൽ ഒരു സീറ്റുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അബദ്ധമാണ്, അബദ്ധമാണ്. നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്, ഹവ്വയെ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണമേ, ഹവ്വയെ സർപ്പം ഉപായത്താൽ ചതിച്ചു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ നിസ്സാര കാര്യത്തിനാണ്, വളരെ 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 ചീപ്പായിട്ടുള്ളൊരു കാര്യത്തിലാണ് ഹവ്വയെ സർപ്പം ചതിച്ചത്. എന്താണ്? വെറും ഒരു പഴം കഴിച്ചിട്ട്. ഹല്ലേലൂയ. ഹവ്വ വലിയ പാപമൊന്നും ചെയ്തില്ല, പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് വീഴ്ച വലുതായിരുന്നു. ഹല്ലേലൂയ. അവളുടെ ചെറിയൊരു തെറ്റ് അല്ലെങ്കിൽ ചെറിയൊരു പാപം, ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തു, അത്രയേ ഉള്ളൂ. കർത്താവ് വന്നപ്പോഴേക്കും, കർത്താവേ, ഒരു പഴത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, വേറൊരു പഴം പറിച്ചതിനെ ഒന്ന് ടാലിയാക്കിയ പോരെ, അപ്പുറത്ത് ജീവവൃക്ഷത്തിൻ്റെ പഴം നിൽപ്പുണ്ട്, ഞാൻ അത് പറിച്ചും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഹവ്വയ്ക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല. പ്രിയമുള്ളവരെ, ഹവ്വ വീണുപോയത് നമുക്കറിയാം. ഇന്നും മാനവരാശിയുടെ വീഴ്ച തന്നെയാണ്. മനുഷ്യരാര് ജനിച്ചാലും ഈ വീഴ്ചയ്ക്കുള്ളിൽ കിടക്കുകയാണ്. ആ ശാപം ഇന്നും മാറിയിട്ടില്ല. കാരണം ഒരു ചെറിയ അനുസരണക്കേടാണ്, ഒരു ചെറിയ സ്വാധീനമാണ്, പിശാചിൻ്റെ ഒരു ചെറിയ തന്ത്രമാണ്. നമ്മൾ ഓരോരുത്തരും ഉണരണം. നമ്മുടെ ജീവിതത്തിലും വളരെ ചെറിയ ചില വിഷയങ്ങളെ കൊണ്ടിട്ടിട്ട് പിശാച് അത് മുതലെടുക്കും. അവനത് മുതലെടുക്കുന്ന എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ശ്രേഷ്ഠ പദവിയിൽ നിന്ന് നിങ്ങളെ തള്ളിയിടാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഹൃദയത്തിൽ വിശ്വാസമുണ്ട് ഞാനൊരു ശ്രേഷ്ഠ പദവിയിൽ ഇരിക്കുകയാണെന്ന്? അതോ ബോധ്യം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ബാക്കി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട്, യേശു കർത്താവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട്, തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് കർത്താവിൻ്റെ മണവാട്ടിയായി കാത്തിരിക്കുന്ന നമ്മുടെ വില മുഴുവൻ ലോകത്തേക്കാൾ വിലയേറിയതാണ്. ഹല്ലേലൂയ.
നിങ്ങളുടെ വില എത്ര എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ചങ്കുറപ്പോടെ പറയാൻ കഴിയണം, യേശു ക്രിസ്തുവിൻ്റെ വിലയാണ് എൻ്റെ വില. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനത്തിൻ്റെ വിലയാണ് എൻ്റെ വില. ആ വചനം ജഡമായി വന്ന ആ ജഡത്തിനുണ്ടായിരുന്ന രക്തം, ആ രക്തം എൻ്റെ മറുവിലയാണ്. അതാണ് എൻ്റെ വില. ഹല്ലേലൂയ. ആ ബോധ്യമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ നമ്മുടെ കുടുംബ പാരമ്പര്യ മഹിമകളോ ഒന്നും ആവശ്യമില്ല. നാം ശ്രേഷ്ഠ പദവിയിലാണ്. നാം രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ ജനമാണ്, സ്വന്തം ജനമാണ്. ആമേൻ. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടൊരു ജാതിയാണ്. ഹല്ലേലൂയ. ഇപ്പോഴും സഭകൾക്കുള്ളിൽ ജാതി ഉണ്ടെങ്കിൽ ലജ്ജാകരമാണ്. നമുക്ക് ഒറ്റ ജാതിയേ ഉള്ളൂ, നാം യേശു ക്രിസ്തുവിൻ്റെ ജാതിയാണ്. പുറത്ത് പറയാൻ നാണക്കേടില്ലെങ്കിൽ പറഞ്ഞോ, തച്ചൻ്റെ ജാതിയാണ്. ഹല്ലേലൂയ. ആമേൻ. അല്ല, വേറെ ജാതിയൊക്കെയാണ് പറയാൻ ഇഷ്ടമെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ക്രിസ്തുവിന് കൂട്ടവകാശികളാവില്ല. ഹല്ലേലൂയ. ഞാൻ ജനിച്ചത് ഏതോ ഒരു ജാതിയിലാണ്, പക്ഷെ ഇന്ന് ഞാൻ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ ജാതിയാണ്. ഹല്ലേലൂയ. എനിക്ക് ഒരു ജാതിയേ ഉള്ളൂ, ഉണ്ടാകാൻ പാടുള്ളൂ. ഹല്ലേലൂയ. സഭയ്ക്കുള്ളിൽ അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ ആളാണോ നിങ്ങളുടെ ആളാണോ അങ്ങനെ ഒരു ചോദ്യം സഭയ്ക്കുള്ളിലില്ല, ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ചോദ്യം വരുന്നുണ്ട്, പിന്നെ ഇപ്പം എന്തുമാത്രം ഉണ്ട്. ഹല്ലേലൂയ. സംഘടനകളെല്ലാം അങ്ങനെ ശക്തിപ്പെട്ട് വരികയല്ലേ. പറയട്ടെ, എല്ലാ സംഘടനകളൊന്നും കർത്താവിൻ്റേതല്ല, കർത്താവിൻ്റെ ഹിതപ്രകാരമല്ല, കർത്താവിനുള്ളതല്ല. ഇന്ന് ജാതികൾ പരിഹസിക്കുകയാണ് സഭകളെ നോക്കി. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഇടയിൽ ഇല്ലല്ലോ എന്ന് ദൈവമക്കളെ നോക്കി ലോകം പുച്ഛിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നുവെങ്കിൽ നമുക്ക് കരയാം. കർത്താവേ, തെറ്റിപ്പോയതിനെ ക്ഷമിക്കണം. ഞങ്ങൾ വിശുദ്ധ വംശമാണ്, ഞങ്ങൾ എൻ്റെ കർത്താവിൻ്റെ സ്വന്തം ജനമാണ്. യോഗ്യമായ ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ കൃപ ചെയ്ത് സഹായിക്കണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവിടുന്ന് വേഗത്തിൽ പോകട്ടെ. അപ്പോസ്തലൻ്റെ വേദന ഒന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് ഇതാണ്, ഞാൻ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ച കർത്താവിൻ്റെ നിർമ്മല കന്യകയാക്കി മാറ്റി, പക്ഷേ ആ പദവിയിൽ നിന്ന് നിങ്ങൾ വീണു പോകുമോ എന്നതാണ് എൻ്റെ ഭയം. നമ്മൾ നേരത്തെ ചിന്തിച്ചു, കർത്താവിൻ്റെ ഭയം, ഞാൻ ഈ മടങ്ങി വരുമ്പോൾ എനിക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരുടെ വിശ്വാസം കണ്ടെത്താൻ കഴിയുമോ. നമ്മളിപ്പോൾ ഭയങ്കര വിശ്വാസത്തിലൊക്കെയാണ്, സത്യത്തിൽ തീ കത്താൻ പോവുകയാണ്. വിശ്വാസം ശോധന ചെയ്യപ്പെടാൻ പോവുകയാണ്. ഓടിച്ചിട്ട് അടിക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് പേരെ പരസ്യമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. കണ്ടിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലും അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഭയപ്പെടുകയൊന്നും വേണ്ട. അത് കതിരും പതിരും വേർതിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് സ്വർഗത്തിന്റെ പെർമിഷൻ ഇല്ലാതെ നടക്കില്ല. പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്. ഹല്ലേലൂയ. കർത്താവ് പെർമിഷൻ കൊടുക്കാതെ ആരുടെ ദേഹത്തെ തൊടാൻ കഴിയില്ല പ്രിയമുള്ളവരെ. എന്നാൽ കർത്താവ് ചിലർക്ക് അനുവാദം കൊടുക്കുന്നത് അവരെ കുറവുള്ളവരായിട്ടല്ല, നമ്മെ ഓരോരുത്തരെയും ആമേൻ കതിരാണോ പതിരാണോ എന്ന് കർത്താവ് വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്. കർത്താവ് നന്നായി ഒന്ന് വീശും. ആ വീശുന്ന സമയത്ത് പാറിപ്പോകുന്നതെല്ലാം പാറിപ്പോകും. ആമേൻ. ധാന്യമണികൾ മാത്രം എൻ്റെ കർത്താവിൻ്റെ വീശുമുറത്തിനകത്തുണ്ടാകും. ആ വീശുമുറത്തിൽ ഉണ്ടായിരിക്കുന്ന ധാന്യമണികളെ കൂട്ടിവെക്കുവാൻ ആമേൻ നമ്മുടെ യജമാനൻ വരാൻ പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. വേഗത്തിൽ കടന്നു പോകട്ടെ. അവിടെ തുടർന്ന് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വളരെ 2 കണ്ണേ ഉള്ളൂവെങ്കിലും 2 കണ്ണും കൂടെ വെച്ച് പിടിപ്പിച്ചൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം.
ഇന്നത്തെ കാലഘട്ടത്തിൽ വിഷവിത്തായി സഭകൾക്കുള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നത്തെയാണ് അന്ന്, അത് ഏകദേശം 2000-ഓളം വർഷങ്ങൾക്ക് മുൻപ് അപ്പോസ്തലൻ വിശുദ്ധ ബൈബിളിനുള്ളിൽ എഴുതി വെച്ചത്, പരിശുദ്ധാത്മാവ് എഴുതി വെച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് സത്യസുവിശേഷം ദുർലഭമായി കൊണ്ടിരിക്കുകയാണ്. കച്ചവട സുവിശേഷം ഇന്ന് ദേശങ്ങൾ തോറും ഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വ്യാജ സുവിശേഷം നിർലോഭം ദേശങ്ങളിൽ വ്യാപരിക്കുന്നു. നിങ്ങളിത് പൊറുക്കുന്നത് എന്തെന്നാണ് കർത്താവ് ചോദിച്ചത്. കർത്താവിൻ്റെ വചനം നമ്മളോട് ചോദിക്കുന്നു, പ്രിയ സഹോദര സഹോദരി, നീ ഇത് പൊറുക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വേറൊന്നുമില്ല. സത്യസുവിശേഷം അറിയുന്നവരുണ്ടോ? നിങ്ങൾ വേഗത്തിൽ അങ്ങോട്ട് മുറുക്കിയാട്ടെ, ഹല്ലേലൂയ, എന്നിട്ട് ദേശത്തോട്ട് ഇറങ്ങി പറഞ്ഞാട്ടെ. അതല്ല സുവിശേഷം. യേശു ക്രിസ്തു എന്ന മാറ്റമില്ലാത്ത സത്യത്തെ സത്യമായി പറയുവാൻ എന്തേ നാം മടിക്കണം? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കച്ചവടമാക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ആയി പോകരുത്. നിങ്ങൾ ക്രിസ്തുവിനെ ഉപയോഗിക്കുന്നവരാണോ, നിങ്ങൾ ക്രിസ്തുവിനെ സ്വന്തമാക്കിയവരാണോ എന്ന് സ്വയം ശോധന ചെയ്യുക. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രോഗസൗഖ്യം, നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ, നിങ്ങൾക്ക് അടയാളങ്ങൾ, നിങ്ങൾക്ക് വിവിധ വീര്യപ്രവൃത്തികളൊക്കെ കാണാൻ കഴിയും, ഒക്കെ കിട്ടും. അത് ക്രിസ്തുവിനെ കച്ചവട ചരക്കാക്കുന്നവരുടേതാണ്. വ്യക്തമായി മനസ്സിലാക്കണം. ദൈവവചനം നമ്മെ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ നാം അത് മനസ്സിലാക്കാതിരിക്കരുത്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇതൊന്നും വചനത്തിനില്ലാത്തതൊന്നുമില്ലല്ലോ പ്രിയമുള്ളവരെ. അവൻ സത്യസന്ധമായിട്ട് വചനം ധ്യാനിക്കുകയാണെങ്കിൽ എല്ലാം വചനത്തിനകത്തുണ്ട്. ഇന്ന് നടക്കുന്ന തരികിട സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ മുഴുവനും വചനത്തിനകത്തുണ്ട്. ഇത് കണ്ടിട്ട് നാം പുറത്തിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന സത്യത്തെ വിളിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ഹല്ലേലൂയ. നാം പിൻപറ്റുന്ന ക്രിസ്തുവിനെ സാക്ഷിക്കുവാനും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുവാനും ഉള്ള ശക്തി ഉണ്ടാകണം. ഹല്ലേലൂയ. ആകർഷിക്കുമ്പോൾ അവിടെ ക്രിസ്തു ഇവിടെ ക്രിസ്തു എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഓടിപ്പോയി മുട്ടുമടക്കരുത്. നാം ചതിക്കപ്പെടും, നാം വഞ്ചിക്കപ്പെടും. ഹവ്വായെ ഉപായത്താൽ ചതിച്ച ആ ദുഷ്ടന്റെ വ്യാപാര ശക്തി ഇപ്പോൾ പുറത്തല്ല, സഭയ്ക്കുള്ളിലാണെന്നോർത്ത് സഭ ഉണരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന്റെ മുന്നിൽ കരങ്ങളെ തട്ടി പറഞ്ഞാട്ടെ, കർത്താവേ, സത്യസുവിശേഷം ഞങ്ങളുടെ ഇടയിൽ ആമേൻ കത്തി ജ്വലിക്കണം, ഞങ്ങൾ അതിൻ്റെ നാവായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ വചനം ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാകും. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും, 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 വരും. വന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ അത് വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഒരാളിൻ്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുന്നു, എന്നിട്ട് പറയുന്നു, അപ്പോഴെന്താ ഉണ്ടായത്. അപ്പോൾ അവരിങ്ങനെ നിന്ന് ആലോചിക്കും, എന്താ ഉണ്ടായത്. കാലിലൂടെ ഒരു പെരുപ്പകത്തേക്ക് കയറിയില്ലേ, ആ പെരുപ്പുണ്ടായി. പിന്നെയോ എന്ത് നാണം കെട്ട സുവിശേഷീകരണമാണല്ലേ. ഹല്ലേലൂയ. ഈ പെരുപ്പും ചോർച്ചിലൊന്നും അല്ല പ്രിയമുള്ളവരെ സത്യസുവിശേഷം എന്ന് പറയുന്നത്. ഹൃദയത്തിനുള്ളിൽ ഒഴുകുന്ന ഒരു വേദന. കർത്താവേ, ഞാൻ പാപത്തിൽ ജനിച്ചു, അവൻ പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന യേശുവിൻ്റെ അരികിലേക്ക് ഞാൻ നടന്നെടുക്കുകയാണ്. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ, എനിക്ക് വേണ്ടി മരിച്ചവനെ, എനിക്ക് അങ്ങയെ സ്നേഹിക്കണമെന്നുണ്ട്, കഴിയുന്നില്ല, എന്നിൽ നിന്ന് ഈ പാപക്കറയൊന്ന് കഴുകിത്തരണമേ എന്ന് നിലവിളിക്കുന്നവരുടെ എണ്ണം ഇന്ന് കുറയുകയാണ്. പ്രിയമുള്ളവരെ, പടക് ഒഴിഞ്ഞു കിടന്നപ്പോൾ തലേ ദിവസത്തെ അധ്വാനത്തിൽ മുഴുവനും നിരാശ ബാധിച്ച് വളരെ ദുഃഖിതനായി പത്രോസ് പടകിലിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സംഭവമൊക്കെ അറിയാം. അവിടേക്ക് യേശു കർത്താവ് ചെന്നിട്ട് ആ പടക് തന്നെ ചോദിച്ചു. ആ പടകിൽ കയറിയ യേശു കർത്താവ് ശക്തമായിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ജനത്തെ പഠിപ്പിക്കുന്നു. പത്രോസ് ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. പത്രോസ് വല നന്നാക്കുകയാണ്. ഈ മനുഷ്യന് സംസാരിക്കാൻ കണ്ട സമയം. ഞാനാകെ നിരാശനാണ്. എൻ്റെ കുടുംബകാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ഓട്ടസഞ്ചിയായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് വലിയ സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും
നിത്യതയെക്കുറിച്ചൊക്കെ വലിയ പ്രസംഗം പ്രസംഗിക്കുന്നത്. അദ്ദേഹം ശ്രദ്ധിച്ചേ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് യേശു കർത്താവ് പറഞ്ഞു, പത്രോസ് നീ ഒരു കാര്യം ചെയ്യുക, കുറച്ചങ്ങോട്ട് നീക്കി വല അങ്ങ് വീശെന്ന് പറഞ്ഞു. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരാവശ്യമില്ല. പത്രോസിന് അത് വിശ്വസിക്കാൻ കഴിയില്ല. പത്രോസിന് കടലിൻ്റെ പൾസ് അറിയാം, എവിടെ മീനുണ്ടെന്ന് പത്രോസിന് അറിയാം. വെള്ളത്തിൻ്റെ ഇളക്കം കാണുമ്പോൾ അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പത്രോസിന് അറിയാം അവിടെ മീനില്ല. പക്ഷേ പത്രോസ് പറഞ്ഞു, അങ്ങയുടെ വാക്കിന് ആ വാക്കിന് ഞാൻ വില കൽപ്പിക്കുന്നു, അതുകൊണ്ട് ഞാൻ അത് അനുസരിക്കാമെന്ന് പറഞ്ഞു. വല വീശി. വല നിറയെ മീൻ കിട്ടി. പ്രിയമുള്ളവരെ, വല നിറയെ മീൻ കിട്ടിയ സ്ഥിതിക്ക് പ്രിയപ്പെട്ടവരെ, നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും? താങ്ക് യു ജീസസ്, എൻ്റെ ദൈവമേ നന്ദി, ഇത്രയധികം മീനിനെ എനിക്ക് നൽകി തന്ന അങ്ങയുടെ സ്നേഹം എത്ര വലുതാണ്, ഓ ഗ്ലോറി ഓ ഗ്ലോറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ യേശുവിനെ തോളിലെടുത്ത് ചുമന്നുകൊണ്ട് നടന്നേനെ. 10 സ്റ്റേജിൽ കയറി സാക്ഷ്യവും പറഞ്ഞേനെ. യേശു കർത്താവ് എൻ്റെ പടകിൽ വന്ന അന്ന് മുതൽ എൻ്റെ പടകിനകത്ത് മീനുകളുടെ ഒരു ബഹളാണ്. യോഹന്നാനും അന്ത്രയോസും ഫിലിപ്പോസും ഒക്കെ വന്ന് വലിച്ചു കയറ്റിയിട്ടും വല കീറുമാറ് ഞങ്ങൾക്ക് മത്സ്യത്തെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് സാക്ഷിച്ചേനെ പ്രിയമുള്ളവരെ. എന്നാൽ പത്രോസ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യേശു കർത്താവിൽ നിന്നൊരു അനുഗ്രഹം വന്നാൽ, യേശു കർത്താവിൽ നിന്നൊരു വിടുതൽ വന്നാൽ, യേശു കർത്താവിൽ നിന്ന് നമുക്ക് ഒരു സമ്പത്ത് വന്നാൽ, ഒരു അനുഗ്രഹം വന്നാൽ, അപ്പോഴുണ്ടാകുന്ന വികാരം എന്താണെന്നറിയാമോ? ആ സമയമുണ്ടാകുന്ന വികാരം സന്തോഷത്തിൻ്റെ അലതല്ലലല്ല. പത്രോസ് കർത്താവിൻ്റെ മുന്നിലിരുന്ന് കിടുകിടാ വിറയ്ക്കുകയാണ്, മുട്ടിടിക്കുകയാണ്, നെഞ്ചു പിടയ്ക്കുകയാണ്. ഞാനിത് ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? ഞാനിത് ആരുടെ അടുത്താണ് ഇരിക്കുന്നത്? ഞാനിത് ആരുടെ വാക്കാണ് അനുസരിച്ചത്? എൻ്റെ പടകിലേക്ക് കയറിയ ഈ മനുഷ്യൻ ആരാണ്? പത്രോസിന്റെ ഹൃദയം പിടയുകയാണ്. പത്രോസ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ വിട്ടു പോകണമേ. പ്രിയമുള്ളവരെ, അങ്ങനെയല്ലേ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്? പത്രോസ് യേശുവിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എൻ്റെ പടകിൽ നിന്നെന്ന് പോയി തരാമോ? അതെന്തേ പത്രോസ്, നിനക്ക് യേശുവിനെ വേണ്ടേ? ഈ അനുഗ്രഹത്തിൻ്റെ അധിപതിയായ യേശുവിനെ വേണ്ടേ? നാളെയും നിനക്ക് നിന്റെ കച്ചവടം പൊലിച്ചു വരണ്ടേ? എന്താ, 1 വെച്ചാൽ 10, 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000. വെയ് രാജ വെയ്. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു കളിയുണ്ട് അല്ലേ? എത്ര പേര് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കളി? ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത് 30ാമത്തെ വയസ്സിലാണ്. അതിനു മുന്നേ ഓടാവുന്ന എല്ലാ മേഖലയിലും ഓടിയിട്ടുള്ള ആളായതുകൊണ്ട് ഈ സൈക്കിൾ യജ്ഞക്കാരാണ് ഞങ്ങളെ ഈ കളി പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ കുട്ടികളെല്ലാം ഇങ്ങനെ കൂടി നിൽക്കും. സൈക്കിൾ യജ്ഞക്കാരാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്, 1 വെച്ചാൽ 10, വെയ് രാജ വെയ്. നിങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും വെക്കാനൊന്നും പോരുത്. ആ കളി എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുഞ്ഞിലെ കേട്ടിട്ടുള്ളതാണ്. ഇന്ന് സുവിശേഷം അങ്ങനെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയെങ്കിൽ നാളെ എന്ത് ചെയ്യുക? ഇതിൻ്റെ 10 ഇരട്ടി വീണ്ടും കിട്ടും. ഇന്ന് നിങ്ങൾക്ക് കാറ് കിട്ടിയെങ്കിൽ നാളെ അതിൽ കൂടിയത് കിട്ടും അല്ലേ? ഇന്ന് ഒരു വീട് കിട്ടിയെങ്കിൽ നാളെ 2 വീട്. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ആനയാണ്, ചേനയാണ്, പൂനയാണ്. ചുമ്മാതാണ് പ്രിയമുള്ളവരെ. അങ്ങനെ വാരിക്കൂട്ടുന്ന സുവിശേഷം അല്ല നമ്മുടെ സുവിശേഷം. പ്രോസ്പെരിറ്റി വചനത്തിനകത്തുണ്ട്, ഇല്ലെന്നല്ല. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. അത് കൃത്യമായിട്ട് പടകിൽ കിട്ടിക്കോളും. പത്രോസിനും അത് കിട്ടി. കർത്താവിന് പടവ് കൊടുത്താൽ സമൃദ്ധി ഉറപ്പാണ്. അതിനിപ്പോൾ ആരെങ്കിലും പ്രസംഗിച്ച് തലേ കൈവച്ച് കുലുക്കി പിടിച്ച് തള്ളിയിട്ടിട്ടല്ല നമ്മളിലേക്ക് അത് വരാൻ. അത് സ്വാഭാവികമായിട്ടും വരും. ഞാനത് അനുഭവിച്ചത് കൊണ്ട് പറയുകയാണ് പ്രിയമുള്ളവരെ, നമ്മൾ ഒരു മനുഷ്യൻ്റെ മുന്നിൽ പോയി കരം നീട്ടണ്ട. ഒരു ചാൻസ് തരൂ, എന്നെ ഒന്ന് സഹായിക്കൂ പറയണ്ട പ്രിയമുള്ളവരെ. സ്വർഗം കൃത്യസമയത്ത് അതതിൻ്റെ സമയത്ത് നമുക്ക് വേണ്ടത് സകലതും പൊഴിച്ചു തരും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പത്രോസിനെ നമ്മൾ നോക്കിക്കേ. പത്രോസ് പറയുന്നു, എൻ്റെ പടകിൽ നിന്ന്, എന്നിൽ നിന്ന് അങ്ങ് മാറിപ്പോകണേ. കാരണം കർത്താവിൽ നിന്നാണ് നമുക്കൊരു വിടുതൽ വരുന്നതെങ്കിൽ, രോഗസൗഖ്യം വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമൃദ്ധി വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം വരുന്നതെങ്കിൽ ഓർത്തോണം, നമുക്ക് നിശ്ചയമായും പാപബോധം വർദ്ധിക്കും. നമ്മളിലെ പാപം അടിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം ഒരു ഉണർവ് നമ്മുടെ മേൽ വ്യാപരിക്കും. നമുക്ക് ഓരോ നന്മയും കിട്ടുമ്പോൾ നമ്മൾ പിന്നെയും ചോദിക്കാനല്ല ധൈര്യം വരുത്തുന്നത്, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനാണ് ധൈര്യം വരുത്തുന്നത്. ഹല്ലേലൂയ.
പൗലോസ് എന്ന മഹാധനികനായ മനുഷ്യന് യേശു ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ 10 കപ്പലും കൂടെ ഇങ്ങ് വരട്ടെ എന്നല്ല പറഞ്ഞത്, ഉള്ളത് മുഴുവനും കളയാനാണ് മനസ്സ് വന്നത്. കാരണം എനിക്ക് ഓട്ടം ഓടണമെങ്കിൽ കപ്പൽ എനിക്കൊരു തടസ്സമാകരുത്, എൻ്റെ സമ്പത്ത് ഒരു തടസ്സമാകരുത്, എൻ്റെ അറിവ് ഒരു തടസ്സമാകരുത്, എൻ്റെ സ്ഥാനം ഒരു തടസ്സമാകരുത്, എൻ്റെ ജീവിതത്തിൽ യാതൊന്നും എനിക്ക് നിത്യത നഷ്ടപ്പെടുത്തുന്ന ഒരു തടസ്സമാകരുത് എന്ന് പത്രോസ് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്നാൽ ഇന്ന് നാം കേൾക്കുന്ന പ്രിയ സഹോദരി വായിച്ച വേദഭാഗ്യത്തിൽ പറയുന്നു, കർണരസമാകുമാർ നമ്മെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടു പോകുന്ന ഒരു സുവിശേഷീകരണം. പിന്നെയോ സിസ്റ്ററെ ഒന്നുകൂടെ വായിക്കാം, തുടർന്ന് വായിക്കാം. 2 തിമോഥെയോസ് 4:3-4. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ്. ഒരു മിനിറ്റ് സിസ്റ്ററെ, അവിടെ പറയുന്നുണ്ട് പഥ്യോപദേശം ഇവർക്ക് ഇഷ്ടമല്ല. ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ല. ദേവദാസൻ ഞായറാഴ്ച എഴുന്നേറ്റ് നിന്ന് ഒരു പക്ക ഉപദേശം പറയുകയാണെങ്കിൽ ഈ ഉപദേശം ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ വാസ്തവമായി ഞാൻ പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ മേൽ ഭൂതമുണ്ട്, എന്നോട് പിണങ്ങരുത്. അകത്ത് ഭൂതം ഇരിക്കുന്നവന് പഥ്യോപദേശം ഇഷ്ടമല്ല. അവന് തോന്നിയതുപോലെ നടക്കുന്നതാണ് ഇഷ്ടം, അവന് പാപത്തിൽ രസിക്കുന്നതാണ് ഇഷ്ടം, ദൈവഹിതമില്ലാത്തത് ചിന്തിക്കുന്നതാണ് ഇഷ്ടം. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവന് പഥ്യോപദേശം ഇഷ്ടമല്ല. പിന്നെയോ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുകുകയും. നമുക്കിഷ്ടമുള്ള രീതിയിൽ പ്രസംഗിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെയാണ് ഇഷ്ടം. എങ്ങും തട്ടാതെ മുട്ടാതെ കുത്താതെ നോവിക്കാതെ വെട്ടാതെ ഇല്ല, വചനമാണെങ്കിൽ ചെത്തി വെടിപ്പാക്കുന്നതാണ്. ഹല്ലേലൂയ. എത്ര പേർ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് അത്ര രസമുള്ളതാണെന്ന് എനിക്ക് തോന്നണില്ല. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു പഥ്യോപദേശത്തെ നിങ്ങൾ ഉപേക്ഷിക്കുന്നവരല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ ഞങ്ങളെ ഒന്ന് പണിയണമേ എന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആണെങ്കിൽ അവിടെ പറയുന്നു അവൻ കർണരസമാകുമാറ്. വായിക്കാമോ? മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും. അപ്പോൾ ആരാ പെരുക്കുന്നത്? ഉപദേഷ്ടാക്കന്മാരെ ആരാ പെരുക്കുന്നത്? നമ്മളാണ്. അങ്ങനെ പ്രസംഗിക്കുന്നവരെ, കൈയടിപ്പിക്കുന്നവരെ, കൈയടിച്ചേ അടിച്ചേ 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 ഇപ്പൊ വന്ന് വീഴും, ഇപ്പൊ വന്ന് വീഴും, വീഴും വീഴും, അടിച്ചോ 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 അടിച്ചടിച്ച് തളർന്ന് ഒരു പരുവായിട്ടാണ് വീട്ടിൽ പോകുന്നത്. ഞാനിതുവരെ വന്നിട്ട് നിങ്ങളെ അടുപ്പിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൃദയത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ആത്മാർത്ഥമായ പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ കൈ അടിക്കുകയോ കൈ ഉയർത്തുകയോ നിങ്ങൾ ചാടുകയോ നിങ്ങൾ പാടുകയോ എന്ത് വേണം ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ കൈ അടിക്കണ്ട. ഹല്ലേലൂയ. എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൈ അടിച്ചിട്ട് അവിടെ എത്തിയില്ലെങ്കിൽ എന്താ കാര്യം? ഹല്ലേലൂയ. എനിക്ക് അങ്ങനെ പ്രോത്സാഹനം വേണ്ട പ്രിയമുള്ളവരെ. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനൊരു ദൂത് കേട്ട് കഴിഞ്ഞാൽ ആര് കൈ ഉയർത്തിയില്ലെന്നൊന്നും നോക്കില്ല. ഞാൻ അവിടെ ഇരുന്ന് ഹല്ലേലൂയ എന്ന് പറയും. ഞാൻ കൈയടിക്കും. ചിലരൊക്കെ എന്നെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കും. എന്ത് വേറെ ആർക്കും ഇല്ലാത്തൊരിളക്കം, അടങ്ങി ഒതുങ്ങിയിരുന്നോണം. അങ്ങനെ അടക്കാൻ ചിലരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ആൻറ്റി ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, മോളെ കൈ ഉയർത്തുമ്പോൾ മുഴുവൻ ഉയർത്തരുത്, ഇത്രയൊക്കെ ഉയർത്തിയാൽ മതി, ഇങ്ങനെ ഇത്ര, ഈ ഒത്തിരി അങ്ങ് ഉയർത്തരുത്. ഞാൻ ആലോചിച്ചു, ഈ കയ്യെ ഉയർത്താൻ കഴിയുന്നിടത്തോളം ഉയർത്താം. ഇത് എത്ര നാളാണോ ഉയർത്താൻ കഴിയുന്നത്? BP വന്ന് ഇത് താഴ്ന്നു കിടക്കുന്ന ഒരാളിന് ഇതൊന്നും ഉയർത്താൻ കഴിയില്ല. നമുക്കിത് ഉയർത്താൻ ദൈവം ആരോഗ്യം തന്നെങ്കിൽ ചുമ്മാ ഉയർത്താം. കാരണം എൻ്റെ ശരീരം ഒരു ശവം പോലെ കിടന്ന കുറേ ദിവസങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ കിടപ്പിലായി പോകുമോ എന്ന് ചിന്തിച്ച സമയമുണ്ട്. അവിടെ നിന്നും എന്നെ എണീപ്പിച്ച് നടത്തിയ എൻ്റെ കർത്താവിനെ എനിക്ക് ഉയർത്താൻ പറ്റുമ്പോൾ കയ്യോ കാലോ ഒക്കെ ഉയർത്തേണ്ടിയപ്പോൾ ഞാൻ ഉയർത്തും. നൃത്തം ചെയ്ത് ആരാധിക്കാൻ തോന്നിയാൽ നൃത്തം ചെയ്യും, അല്ല നൃത്തം ചെയ്യാൻ വേണ്ടി ചെയ്യില്ല. ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗം ഉണ്ടായാൽ പിന്നെ ആരെങ്കിലും ആരാധിക്കുന്നു എന്ന് നോക്കാറില്ല. ഞാൻ എന്നെ ന്യായീകരിക്കുന്നതല്ല. അങ്ങനെ നിങ്ങൾക്ക് പ്രേരണ വരികയാണെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ആര് തുറച്ചു നോക്കിയാലും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നു. അത് നമ്മളാണെന്നാണ് വചനത്തിൽ പറയുന്നത്. കേൾക്കാൻ ചെന്നിരുന്നു കൊടുത്തിട്ടല്ലേ? ഹല്ലേലൂയ. കർണരസമാകുമാറ് വചനത്തിൻ്റെ വ്യവസ്ഥയില്ലാതെ പഥ്യോപദേശമില്ലാതെ ശുശ്രൂഷിക്കുന്നവരുടെ മേൽ നമ്മൾ എന്ത് ചെയ്യരുത്? ചെവി കൊടുക്കരുത്, അവരെ വർദ്ധിപ്പിക്കരുത് എന്നാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ ലൈക്ക് ഇട്ട് കൊടുക്കാറുണ്ടോ? പിന്നില്ലേ അല്ലേ? നമ്മളൊരു ലൈക്ക് ഇടുന്നത് ദൈവത്തിൻ്റെ ഹിതമാണോ അല്ലയോ എന്ന് ആലോചിച്ചിട്ട് വേണം ഇടാൻ. നമ്മളൊരു കമൻ്റ് ഇടുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം ഇടാൻ. ചുമ്മാത് കർണരസമാകുമാറ് നമ്മളെ ഇളക്കുന്നവർക്ക് നമ്മുടെ പ്രോത്സാഹനമാകേണ്ട ആവശ്യമുണ്ടോ?
ആലോചിച്ച് നോക്കുക. തുടർന്ന് വായിക്കാമോ? സത്യത്തിന് ചെവി കൊടുക്കാതെ. സത്യത്തിന് അവർക്ക് ചെവി കൊടുക്കാൻ മനസ്സില്ല. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ചാണോ പ്രസംഗിക്കുന്നത്? വചനത്തിൽ നമ്മെക്കുറിച്ചാണോ വിളിച്ചു പറയുന്നത്? സത്യത്തിന് ചെവി കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്തിനു തന്നെ ചെവി കൊടുക്കാൻ ശ്രദ്ധിക്കണം? സത്യത്തിന് തന്നെ ചെവി കൊടുക്കണം. ഇനിയോ? കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന. ഇപ്പൊ കെട്ടുകഥ കേൾക്കുന്നതാണ് ഇഷ്ടം. പ്രിയമുള്ളവരെ, എല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ കയറി സാക്ഷ്യമൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് വല്ലാത്ത വൃത്തികേടാക്കി ജാതികളെല്ലാം എടുത്തു വന്ന് അതിനെ പറഞ്ഞ് പരിഹസിക്കുന്ന കേൾക്കുമ്പോൾ ആലോചിക്കും, ദൈവവചനം തന്നെ പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേർക്കത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഈ മുഴ മാറുന്നതോ, രോഗം മാറുന്നതോ, ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറുന്നതോ, കടബാധ്യത മാറുന്നതോ എന്താണെങ്കിലും ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ്. അത് നമ്മൾ പറയണം. പക്ഷെ അതിനെ കച്ചവടമാക്കരുത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എനിക്ക് ദൈവം തന്ന വിടുതലുകൾ എനിക്ക് വലുതാണ്. 1 2 ഒന്നും അല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും, എൻ്റെ അമ്മ ഒരിക്കൽ സൈലൻ്റ് അറ്റാക്ക് വന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ആര്യനാട് ഭാഗത്ത് താമസിക്കുകയാണ്. അവിടുന്ന് 108 മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോയി. അമ്മ വളരെ ക്രിട്ടിക്കലായിരുന്നു. മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ ഒരു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, വളരെ സീരിയസ് ആണ്, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ട്രോളി അങ്ങോട്ട് നീക്കിയിട്ടിരുന്നു. അപ്പോഴേക്കും ഡോക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി മാറി. അടുത്ത് കുറച്ച് സമയമെടുത്തു അടുത്ത ഡോക്ടർ ഡ്യൂട്ടിയിൽ കയറാൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ രാത്രി 11:30 12 മണിയായി പുറകെ ഓടുകയാണ്. എൻ്റെ അമ്മയെ ഒന്ന് നോക്കുമോ എന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു ശവത്തെ പോലെ എൻ്റെ അമ്മ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടായപ്പോൾ വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒന്നുകൂടെ ECG എടുക്കാൻ പറഞ്ഞു. അതിനുള്ളിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചു പറയാൻ പറ്റുന്ന ദൈവമക്കളോടൊക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അടുത്ത ECGയിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. പിന്നൊരിക്കലും എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണം, യൂട്രസിനുള്ളിൽ ഒരു വലിയ മുഴ എന്ന് പറഞ്ഞു. 2 ദിവസം എൻ്റെ അമ്മയ്ക്ക് ട്രിപ്പും കൊടുത്തിട്ടിരുന്നു. 3-ാമത്തെ ദിവസം വീണ്ടും ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പറയുന്നു, അതൊരു തോന്നലായിരുന്നു, മുഴ അവിടെ ഇല്ല. പിന്നെ ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് അപ്പൻഡിക്സ് ആണ്, 10 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുണ്ട്, ഇപ്പം പിടിച്ചില്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിലിട്ടു. 2 ദിവസം ട്രിപ്പ് കൊടുത്തിട്ടിരുന്നു. ഓപ്പറേഷൻ നടക്കുന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞു. ഒടുവിൽ 2-ാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ചെറിയൊരു ഗ്രോത്തേ ഉള്ളൂ, അതാങ്ങ് മെഡിസിനൊക്കെ കഴിച്ച പൊക്കോളും, ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇത് 1 2 കാര്യങ്ങളൊന്നുമല്ല, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങനെ വിടുതലുകൾ കിട്ടിയത് നമുക്ക് വലുതാണ്. പക്ഷെ അത് വിൽപ്പന ചരക്കാക്കരുത്. ഹല്ലേലൂയ. ആമേൻ. കർണരസമാകുമാർ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും പിന്നെയോ സത്യവചനത്തിന് ചെവി കൊടുക്കാതിരിക്കുകയും കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ആമേൻ. കെട്ടുകഥ കേൾക്കുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. വചനത്തിനുള്ളത് കേട്ട് എല്ലാവരും മടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും പുതിയ കഥയുണ്ടോ സിസ്റ്റർ? പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രസംഗിക്കോ. ഇതൊക്കെ നമ്മൾ കേട്ട് മടുത്തതാണ്. ഞങ്ങൾക്കെല്ലാം അറിയാം. ഹല്ലേലൂയ. പിന്നെയോ സിസ്റ്ററെ, അത്രയേ ഉള്ളൂ അല്ലേ? കാലം വരും. അതെ, നമുക്ക് അവിടെ പറയുമ്പോഴത്തേക്കും ഞാൻ വേഗത്തിൽ കർത്താവിൻ്റെ മാർവോട് ചേർന്നിരുന്ന കർത്താവിൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളായ യോഹന്നാൻ നമ്മളോട് പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. 1 യോഹന്നാൻ്റെ ലേഖന ഭാഗത്തിൽ 1-ാമത്തെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. സിസ്റ്ററെ, ഞാൻ പറഞ്ഞ റെഫറൻസ് ഒന്ന് മാറിപ്പോയോ? ഇല്ല, സോറി, 1-ാം വാക്യമല്ല 7-ാം വാക്യമാണ്. വായിക്കാമോ? 2-ാം അധ്യായം 7-ാം വാക്യം. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല ആദി മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന മതി സിസ്റ്ററെ. ഇതാണ് പ്രശ്നം. പഴയതേ ഈ പുസ്തകത്തിലുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എത്ര കൊതിയുണ്ടെന്ന് പറഞ്ഞാലും ഇത് വളരെ പഴഞ്ചനായൊരു പുസ്തകമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകത്തിന് എത്ര കാലത്തെ പഴക്കമുണ്ട്? നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇത് ഇന്നലെയൊന്നും അപ്ഡേഷൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് പുതിയതൊന്നും കയറ്റി എഴുതിയിട്ടില്ല. പുതിയതൊന്നും ഇല്ല. യോഹന്നാൻ പറയുന്നു, ഇത് പഴയതാണ്.
യോഹന്നാൻ യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം അതും കഴിഞ്ഞ് 2000 വർഷം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും പഴകിയില്ലേ? ഹല്ലേലൂയ. അപ്പം പഴകി ഇത് ഒത്തിരി പഴകി. ഇനിയും ഈ വചനത്തിന് എത്ര പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമൊന്നും അല്ല. നമ്മൾ അറിയുന്നു വചനം എന്നേക്കും സ്ഥിരമായതാണ്, ഇത് അനാദിയാണ് എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് ഉണ്ടാക്കപ്പെട്ടോ അന്നു മുതലുള്ളതാണ്. അത്രയും പഴക്കമുണ്ട് ഇതിന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്തിനാ പുതുമ അന്വേഷിക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. ഒരു പുതുമ പ്രസംഗിക്കാൻ പറയാൻ പോകുന്നത് എന്തിനാ? അതെന്ത് വലിയ മണ്ടത്തരമാണ്. ഹല്ലേലൂയ. വചനത്തിനകത്ത് പുതുമയല്ല അന്വേഷിക്കാനുള്ളത്, വചനം നിയമമാണ്. വചനത്തെ നിയമമായിട്ട് മനസ്സിലാക്കുക. ഈ നിയമത്തെ ഞാൻ എത്രത്തോളം പഠിക്കണം, എത്രത്തോളം അനുസരിക്കണം, എത്രത്തോളം ആശ്രയിക്കണം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളൊരു വാഹനം വാങ്ങി, ഒരു 50 ലക്ഷത്തിൻ്റെ കാർ ആയിക്കോട്ടെ അല്ലേ, 50 ലക്ഷത്തിൻ്റെ കാർ വാങ്ങി. കേരളത്തിന് റോഡ് നിയമങ്ങളുണ്ട്, ഇന്ത്യക്ക് റോഡ് നിയമങ്ങളുണ്ട്, കേരളത്തിനുണ്ട്. കേരളത്തിൻ്റെ റോഡ് നിയമങ്ങൾക്കനുസരിച്ച് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചില പേപ്പർ വർക്കുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം നിങ്ങൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ 50 ലക്ഷത്തിൻ്റെ വാഹനവും കൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങാം. അങ്ങനെയാണല്ലോ നിയമം. നിങ്ങൾ പറയാണ് 50 ലക്ഷത്തിൻ്റെ കാറാണ് ഞാൻ വാങ്ങിച്ചത്, അതുകൊണ്ട് ഞാൻ ഈ നിയമമൊന്നും പഠിക്കുന്നില്ല, എനിക്ക് വേണ്ടി പുതിയ വല്ല നിയമം ഉണ്ടാകുന്നൊന്ന് നോക്ക്. വലത് സൈഡിലൂടെ എനിക്കിഷ്ടമുള്ളപ്പോൾ ഓടിക്കണം, ഇൻഡിക്കേറ്റർ ഇടാതെ എനിക്ക് തിരിയണം, പിന്നെയോ ബ്രേക്ക് സിഗ്നൽ കൊടുക്കാതെ ഞാൻ ബ്രേക്ക് ഔട്ടും. കാരണം എൻ്റെ വണ്ടി 50 ലക്ഷത്തിൻ്റെയാണ്. ലൊട്ടിലൊടുക്ക് 2 ലക്ഷത്തിൻ്റെ 5 ലക്ഷത്തിൻ്റെ ഒക്കെ വണ്ടിയുടെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യില്ല, വഴി മാറില്ല. അതുകൊണ്ട് എനിക്ക് വല്ല പുതിയ നിയമവും എഴുതാൻ പറ്റുമെന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് അപ്പോഴപ്പോഴേ എഴുതി നിയമം മാറ്റിത്തരുമോ? ഇല്ല. നമ്മൾ 50 ലക്ഷത്തിൻ്റെ ആവട്ടെ 50 കോടിയുടേതാകട്ടെ ഒരു വാഹനം വാങ്ങിച്ചാൽ നിലവിലുള്ള റോഡ് നിയമങ്ങൾക്കനുസരിച്ചേ ഈ നാട്ടിലെ നിരത്തിൽ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ പ്രിയമുള്ളവരെ. എങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന ഈ വണ്ടി ഓടിക്കണമെങ്കിൽ ഈ നിയമപുസ്തകം അനുസരിച്ചേ പറ്റുള്ളൂ. ഇതിനകത്ത് നമ്മൾ ലൂക്ക് ഹോൾ കണ്ടുപിടിക്കാൻ പോകണ്ട. ഇതിനകത്ത് നമ്മുടെ സൗകര്യത്തിന് വളച്ചും തിരിച്ചും ഓടിച്ചും പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ അത് നമുക്ക് അനുഗ്രഹമാവില്ല. ഇത് സ്വർഗത്തിലേക്ക് എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. ഇത് വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുവാൻ നമുക്ക് കഴിയില്ല പ്രിയമുള്ളവരെ. നാം അതെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും, വേഗത്തിൽ പഠിക്കേണ്ടത് പഠിക്കണം. സത്യസഭ ഇന്ന് വചനം പഠിക്കുന്നതിൽ വളരെ ശുഷ്കിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേരത് സമ്മതിക്കുന്നു എന്ന് എനിക്കറിയില്ല. വചനം അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാമെന്ന് പറയും. എന്നാൽ വചനത്തിൻ്റെ കാതലായ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസ്തവമായി ഒന്നും അറിയില്ല. പുറത്തുള്ള ഒരാൾ വിളിച്ചിട്ട് യേശുക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ നേരവണ്ണം പറയാൻ അറിയില്ല. മറിയയുടെ മകനല്ലേ എന്ന് ചോദിച്ചാൽ ആണെന്ന് തോന്നുന്നു. ജോസഫിൻ്റെ മകനല്ലേ? ആയിരിക്കും. പിന്നെ പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നെന്നോ, പരിശുദ്ധാത്മാവിനാൽ ഉരുവായി, അങ്ങനെയൊക്കെ പറയുന്നു. വ്യവസ്ഥ അനുസരിച്ച് വ്യക്തമായ വചനധാരണ നമുക്കില്ലെങ്കിൽ നമ്മുടെ കാലുകൾ വഴുതാം, നാം വീഴാം. കാരണം അവിടെ ക്രിസ്തു ഇവിടെ ക്രിസ്തു എന്ന് പറഞ്ഞ് നമ്മെ തെറ്റിക്കുന്ന ദുഷ്ടന്മാരുടെ വർദ്ധിച്ച സുവിശേഷീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ ഏതിൽ വീഴിക്കേണ്ടു എന്ന് സാത്താൻ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് പുറത്തു നിന്നല്ല അകത്തു നിന്നാണ് ചിലരെ എഴുന്നേൽപ്പിക്കുന്നത്. അവർക്ക് ഭയങ്കര വെളിപ്പാടാണ്, അവർക്ക് ഭയങ്കരമായിട്ടുള്ള അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും ചെയ്യുവാനുള്ള കഴിവുണ്ട്. അവർ ചെയ്യുന്നതിലൊക്കെയും നമ്മൾ തെറ്റിദ്ധരിക്കും ഇത് ദൈവീകമാണ് എന്ന്. എന്നാൽ നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് പറഞ്ഞുവല്ലോ, ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നല്ല. അത് 4-ാം വാക്യം, അതായത് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു. അതെ, ഞങ്ങൾ ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, ആമേൻ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, ആമേൻ, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ. അതെ, നിർത്താം സിസ്റ്റർ, ഒരു മിനിറ്റ്. അങ്ങനെ ഒരു ശുശ്രൂഷയാണ് ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ. കൂടുതലായും അതുകൊണ്ടാണ് പരസ്യമേ ഞാനിത് ഇങ്ങനെ പറയുന്നത്. കാരണം ഒരുപാട് പേര്, ഞാനും പരസ്യ ശുശ്രൂഷകളിൽ പല രീതിയിൽ ഇടപെടുന്നവരാണ്. അതുകൊണ്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട്, സിസ്റ്ററെ അപ്പോൾ പിന്നെ അത് ശരിയാണോ ഇത് ശരിയാണോ? ഞാൻ പറയട്ടെ, ശരി കാണിച്ചു കൊടുക്കാൻ ഇപ്പോൾ വലിയ പ്രയാസമാണ്. ഹല്ലേലൂയ. ഇന്ന സഭയിലേക്ക് നിങ്ങൾ അവിടെ പഥ്യ ഉപദേശമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത വിധം സഭകൾ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ. വളരെ വേദന വരുന്ന, നേരത്തെ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ വളരെ എരിവുണ്ടാക്കുന്ന ചില വിഷയങ്ങൾ ഹൃദയത്തിലേക്ക് വന്നു പെടുമ്പോൾ പ്രിയമുള്ളവരെ പറയട്ടെ, നമ്മൾ സ്വയം നീതീകരിക്കുകയല്ല, നാം ഉണരുകയാണ് ചെയ്യേണ്ടത്. വചനത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടമായി നാം എഴുന്നേൽക്കുകയാണ് ചെയ്യേണ്ടത്. ജീവനുള്ള ദൈവത്തെ സാക്ഷിക്കുവാൻ നാം മടിക്കരുത്. നാം ഒളിച്ചിരിക്കേണ്ടവരല്ല, നാം എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടവരാണ്. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. നാം ജ്വലിച്ച് പ്രകാശിച്ചില്ലെങ്കിൽ ആ അധർമ്മമൂർത്തി വെളിപ്പെടാൻ കാലമായിരിക്കുകയാണ്. അനേകരെ അവൻ നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അത് നമ്മുടെ കണ്ണാലെ കണ്ടു കഴിഞ്ഞാൽ നാം ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. നാം സുരക്ഷിതരാണെന്ന് വിചാരിക്കരുത് പ്രിയമുള്ളവരെ. നാം സുരക്ഷിതരാണെങ്കിൽ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണ് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സഭയ്ക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ വചനത്തിൽ പ്രിയ സഹോദരി ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചു തരാമോ? 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം, സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ചുറ്റും കാണുമ്പോൾ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ കാണും അല്ലേ? കാണുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അത്ഭുതം ചുറ്റും കാണാറുണ്ടോ? സഭയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ജനക്കൂട്ടം, ഒരു കർച്ചീഫൊക്കെ എടുത്ത് വീശുമ്പോൾ ജനമൊക്കെ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നു, ഭയങ്കരമായിട്ട് ഭൂതമൊക്കെ കിടന്ന് ഇളകുന്നു. എന്തെങ്കിലുമൊക്കെ അങ്ങനെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഈ വചനപ്രകാരമാണ് അത് സംഭവിക്കുന്നത്. അതെ, നശിച്ചു പോകുന്നവർക്ക് പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കണമേ, നശിച്ചു പോകുന്നവർക്ക് ആ അധർമ്മമൂർത്തിയുടെ വ്യാപാര ശക്തി അങ്ങനെ ഒരു ഇളക്കപ്പെരുപ്പം ഉണ്ടാക്കും. അവന്റെ ശക്തി എങ്ങനെയാന്ന് പ്രിയ സഹോദരി വായിച്ചു. വളരെ ശക്തിയോടെ അത് വെളിപ്പെടും. പിശാചിന് ശക്തിയുണ്ടോ? ഉണ്ട്. അവൻ്റെ ശക്തി അത് അങ്ങനെ വെളിപ്പെടും. നമ്മുടെ മുഖത്ത് നോക്കി പ്രവചിക്കും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്നലെ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിച്ച് പറയും. അതെങ്ങനെ പറ്റുന്നു സിസ്റ്ററെ? പ്രവചിച്ച് കഴിഞ്ഞിട്ട് ആ പിശാച് തന്നെ പോയി ആ കാര്യം സാധിപ്പിക്കും. 3 ദിവസത്തിനുള്ളിൽ നിന്റെ കുടുംബത്തിനുള്ളിൽ ഒരു ദുർമരണം നടക്കുമെന്ന് പ്രവചിച്ചു കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഒരു ദുർമരണം നടക്കുന്നെങ്കിൽ അത് പിശാചിൻ്റെ കൈയാണ്. ദൈവം അങ്ങനെ ഒരു വെളിപ്പാട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ദൈവം പറയും. ദൈവത്തിൽ നിന്നുള്ള പ്രവചനമാണെങ്കിൽ ഒരു പ്രവചനവും നമ്മെ നശിപ്പിക്കുവാനുള്ളതല്ല, നമ്മളെ സുഖിപ്പിക്കുവാനുള്ളതുമല്ല. ഹല്ലേലൂയ. ഒരു പ്രവചനം അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്കൊരു മനസ്സാന്തരം അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണം, അതിലൊരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു വളർച്ച നമുക്ക് ദൈവം വെച്ചിരിക്കും. പ്രിയമുള്ളവരെ, അവിടെ വായിച്ചുവല്ലോ, ആ വ്യാപാര ശക്തി, വ്യാജശക്തി, ആ വ്യാജശക്തി വളരെ അത്ഭുതങ്ങളെ കാണിക്കും. അങ്ങനെയല്ലേ സിസ്റ്ററെ? അത്ഭുതങ്ങൾ. ആമേൻ. സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ. അനീതിയുടെ സകല വഞ്ചന, അതായത് നിങ്ങൾ പിന്നെ നീതിയിലേക്ക് തിരിയില്ല. നിങ്ങളുടെ കണ്ണിനെ അങ്ങ് കെട്ടും. സുവിശേഷം കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, സുവിശേഷം കേൾക്കാൻ താല്പര്യമില്ല, മാനസാന്തരപ്പെടാൻ ഒരുക്കമല്ല. എന്തിനു മാനസാന്തരപ്പെടണം? ഭയങ്കര അത്ഭുതമല്ലേ നടക്കുന്നത്? പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മ വരുന്നു, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം വരുന്നു, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർച്ച വരുന്നു. പിന്നെന്തിന് മാനസാന്തരപ്പെടണം? ഏത് പാപവും ചുമക്കാം, ഏത് പാപത്തിലും മുഴുകി ജീവിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ അനേകം മതങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും ഭംഗിയായി പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു മതവുമില്ല. ക്രിസ്തു മതത്തെ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തെ ഞാനൊരു മതമെന്ന് എഴുതി തള്ളില്ല. ഇത് മനുഷ്യന് വേണ്ടിയിട്ടുള്ള നിയമമാണ്, മതമല്ല. പക്ഷേ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ പാപത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുള്ള വേറൊരു പുസ്തകമില്ല. ഹല്ലേലൂയ. ഈ പുസ്തകത്തിൻ്റെ നിസ്തുല്യത നാം എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുപോലെ ക്രമപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മുടെ ദൈവവുമായിട്ട് നമുക്ക് യാതൊരു പങ്കുമില്ല. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞു, 19-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞു, യഹോവയായ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. പ്രിയമുള്ളവരെ, ഓർത്തു നോക്കണം, അപ്പനെ പോലെ ഇരിക്കണം മോൻ. ആണോ? അതോ നാട്ടുകാരെ പോലെ ഇരിക്കുമോ?
ഇല്ല. കർത്താവ് പറയുന്നു എന്നെ പോലെ ഇരിക്കണം നീ. പറ്റുമോ പ്രിയമുള്ളവരെ? നമുക്ക് അങ്ങനെ അങ്ങ് വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റുമോ? കർത്താവ് പറയുന്നു കഴിയും. എന്തുകൊണ്ട് കഴിയില്ല? ഞാൻ എൻ്റെ ആത്മാവിനെയാണ് നിങ്ങളുടെ ഉള്ളിലാക്കിയത്. ഞാൻ എൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് തന്നത്. എൻ്റെ സ്വന്തം പുത്രനെയാണ് നിങ്ങൾക്ക് തന്നത്. യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് തന്നിട്ട്, ആ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ തന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധീകരിക്കപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല? വിശുദ്ധനാകാതിരിക്കാൻ കഴിയുന്നില്ല. വിശുദ്ധീകരിക്കപ്പെടാൻ കഴിയും, വിശുദ്ധയാകാൻ കഴിയും, വിശുദ്ധനാകാൻ കഴിയും, ഏത് പാപത്തെയും വലിച്ചെറിയാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യമുണ്ടാകുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവിടെ പറയുന്നു ആമേൻ, അവർ അനീതിയുടെ വഞ്ചനയിൽ അകപ്പെട്ടു പോകുമ്പോൾ വേറൊരു ഒടുവിലായി പറയുന്ന ഭാഗം വായിക്കാമോ സിസ്റ്റർ? അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. പ്രിയമുള്ളവരെ, അതൊരു ശാപമാണ്. അതൊരു ശാപമാണ്, വലിയ ശാപമാണ്. അവിടെ പറയുന്നു അവർക്ക് സത്യത്തെ സ്നേഹിക്കാൻ കഴിയില്ല. പിന്നെ ഒന്നുകൂടെ വായിക്കാമോ സിസ്റ്റർ? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായകയാൽ തന്നെ അവർക്ക് അങ്ങനെ ഭവിക്കും. അങ്ങനെ ഭവിക്കും. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയിട്ട് ഇവർ രക്ഷിക്കപ്പെടില്ല, ഇവർ സത്യത്തെ അംഗീകരിക്കില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എത്രത്തോളം മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരണത്തിൽ വന്നാലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അവർക്ക് അശുദ്ധിയിൽ വ്യാപരിച്ചുകൊണ്ട് ഇതെല്ലാം കൃപയാണ്, ദൈവം ക്ഷമിക്കും, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവ സ്നേഹത്തിൻ്റെ ഉറവിടമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമുക്കറിയാം ഹവ്വ ഒരു പഴത്തിൻ്റെ പേരില്ല സ്വർഗവും തേജസ്സും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ മഹത്വവും എല്ലാം നഷ്ടപ്പെട്ട് അധമകൂപത്തിലായത്. ഹല്ലേലൂയ. നേരത്തെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ, ഞാൻ എരിവോടെ എരിയുന്നു. നിങ്ങളെ ആ ഹവ്വയെ സർപ്പം തെറ്റിച്ചതുപോലെ തെറ്റിച്ചാലോ പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളെ കെട്ടാൻ നാം ആർക്കും വിട്ടുകൊടുക്കരുത്. കർത്താവ് പറയുന്നു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ കാതുകളെ കെട്ടിക്കളയുവാൻ അനുവദിച്ചു കൊടുക്കരുത്. വചനത്തിൽ ഉറ്റിരിക്കണം, വചനത്തെ കാത്ത് കുറുപ്രാവിനെ പോലെ ഒരുങ്ങണം. ആമേൻ. നമ്മുടെ വിളക്കുകളിൽ എണ്ണ തെളിയട്ടെ, എണ്ണ നിറയട്ടെ, വിളക്കുകൾ കത്തട്ടെ. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഞാനിതൊന്നും അറിഞ്ഞില്ല കർത്താവേ, ഒന്ന് ക്ഷമിക്കണേ, ഒരല്പം ഒന്ന് നിൽക്കണേ, ഞാൻ എണ്ണ വാങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാൻസ് ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, വളരെ വേഗത്തിൽ ഉണർന്ന് ശോഭിക്കേണ്ട സമയമാണിത്. ഇനിയും നമുക്ക് കാലമേറെയില്ല. ഹല്ലേലൂയ. സത്യം എന്താണ്? നമ്മൾ അതുകൂടി ചിന്തിച്ച് വേഗത്തിൽ ഈ സമയം വേർതിരിക്കുകയാണ്. നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രിയമുള്ളവരെ. ആമേൻ. സത്യം എന്താണ്? നമുക്കറിയാം, എന്നാൽ നമുക്ക് മറ്റുള്ളവരോട് പറയത്തക്ക വിധത്തിൽ സത്യത്തെക്കുറിച്ച് അറിയുമോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇതെന്ത് നിസ്സാരമായിട്ടുള്ളൊരു വചനമാണല്ലേ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് അറിയാമായിരിക്കും ആ വാക്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. പ്രിയമുള്ളവരെ, അതൊക്കെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് അങ്ങ് എഴുതി തള്ളിയിരിക്കുന്ന വചനങ്ങളാണ്. എന്നാൽ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടിയ വചനമാണ് സത്യം എന്താണ്. സത്യം ലോകത്തിലേക്ക് വന്നു, മനുഷ്യനായി ജഡമെടുത്തു, ജഡശരീരത്തിലേക്ക് ജീവനായി വന്നു. പാപത്തെ തൊടാതെ 33.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. പിതാവായ ദൈവം ഏൽപ്പിച്ച സകല ഉത്തരവാദിത്വങ്ങളും സത്യമായി തന്നെ നിന്നുകൊണ്ട്, ഹല്ലേലൂയ, വ്യാജത്തിന് കരം കൊടുത്തിട്ടല്ല, അനീതിക്ക് കരം കൊടുത്തിട്ടല്ല, അശുദ്ധിക്ക് കരം കൊടുത്തിട്ടല്ല, എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടല്ല പ്രിയമുള്ളവരെ, സത്യമായി നിന്നുകൊണ്ട്, ഹല്ലേലൂയ, തൻ്റെ ഉത്തരവാദിത്തങ്ങൾ സകലതും നിവർത്തിച്ചു. നമുക്കറിയാം, പാപികളുടെയും ചുങ്കക്കാരുടെയും കൂടെ യേശു പോയിരുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു, അവരോടൊപ്പം ഉറങ്ങി, അല്ലേ? സക്കായിയുടെ വീട്ടിൽ പോയി അന്തി ഉറങ്ങിയ കർത്താവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. പക്ഷെ സക്കായി അന്ന് മാനസാന്തരപ്പെട്ട് വിശുദ്ധനായി തീർന്നു. ഹല്ലേലൂയ. പാപിനിയായ സ്ത്രീ യേശു കർത്താവിൻ്റെ കാലിൽ ചുംബിച്ചതോടെ അവൾ അന്ന് വരെ ചെയ്തിരുന്ന സകല പാപങ്ങളെ ഉപേക്ഷിച്ച് വിശുദ്ധയായി തീർന്നുവെങ്കിൽ
പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ മുന്നിൽ വരുന്ന ഒരു വ്യക്തി സത്യത്താൽ സ്വതന്ത്രമാക്കപ്പെടുകയാണ്, സത്യത്താൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. 1 മുതൽ ഏകദേശം 22ഓളം വാക്യങ്ങളുള്ള ഒരു അധ്യായം അവിടെ ഉണ്ട്. അതിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? സത്യത്താൽ വരെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. നമ്മളെ യേശു കർത്താവാകുന്ന സത്യം കൊണ്ട് വിശുദ്ധീകരണം നടത്താൻ ദൈവത്തിന് ഇഷ്ടമാണ് പ്രിയമുള്ളവരെ. പക്ഷെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. യേശു കർത്താവ് മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് എന്നെങ്കിലും വർഷത്തിലൊരിക്കൽ ഓർക്കേണ്ടിയ ഒരു സത്യമല്ല. അനുനിമിഷം ദിവസം നാം ഓർത്തോർത്തോർത്ത് ശുദ്ധീകരണം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ സത്യത്താലുള്ള ശുദ്ധീകരണം നമ്മളിൽ സംഭവിക്കുകയുള്ളൂ. ആ ശുദ്ധീകരണത്താൽ മാത്രമേ നമുക്ക് നീതിസൂര്യൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. കാര്യം ഇച്ചിരി ഘനമേറിയതാണ്. എനിക്ക് തോന്നുന്നു ഇഡലിയും സാമ്പാറും കഴിക്കുന്നത് വളരെ എളുപ്പമാണ്. പൊറോട്ടയും ചിക്കനും ആണെങ്കിൽ കൈയുടെ വിരലുകൾക്കൊക്കെ ഇച്ചിരി പ്രയാസമുണ്ടല്ലേ? പിന്നെ പല്ലിനും ഇച്ചിരി ബലം കൊടുക്കണം അല്ലെ? കടിച്ച് മുറിച്ച് വലിച്ച് ദഹിച്ചെടുക്കാനും ഇച്ചിരി സമയമെടുക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എവിടെന്നോ ഒരു സഹോദരി കയറി വന്നു, എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പോയി എന്ന് ചിന്തിക്കരുത്. യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടിത്തന്ന അപ്പോസ്തലൻ നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് വ്യാജാത്മാക്കളുടെ സ്വാധീനം ഉണ്ടാകരുത്. ഞാൻ സഭയെ ഓർത്ത് എരിവോടെ എരിയുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് വിരലിലെണ്ണാവുന്നവരെ ഇവിടെ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പറയട്ടെ, ഇതിലൊരാളെ ദുഷ്ടൻ സ്വാധീനിച്ചു കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. എനിക്ക് കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് ഇവിടെ നിന്ന് ഒരല്പം വചനങ്ങൾ മാത്രം എടുത്ത് ഞാൻ ശുശ്രൂഷിച്ചിട്ട് ഞാൻ കടന്നു പോകുന്നു. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ കർത്താവ് എന്നെ ഭരമേൽപ്പിച്ച ഈ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇതിൽ നിന്ന് ഒരാളിനെ പോലും ദുഷ്ടൻ തൻ്റെ ആയുധമായി വലിച്ചുകൊണ്ട് പോകരുത്. ദുഷ്ടൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകരുത്. ദുഷ്ടൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുപോകരുത്. അവൻ്റെ നാശം അടുത്തിരിക്കുകയാണ്. അവന് ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. അതിനു മുന്നേ അവൻ സ്വാധീനിക്കാവുന്ന സകല സ്വാധീന ശക്തിയും ഉപയോഗിക്കും. നമ്മൾ അലർട്ടായിരിക്കണം, നാം ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ തലമുറകളെ ഓർത്ത് നാം ജാഗ്രതയുള്ളവരായിരിക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പാപത്തിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ടിട്ട് പല കുഞ്ഞുങ്ങളും സഭയ്ക്കുള്ളിലേക്ക് വരാറില്ല. പല കുഞ്ഞുങ്ങൾക്കും ദൈവത്തെക്കുറിച്ച് അറിയേണ്ട പോലുള്ള അറിവില്ല. അവർ വെളിയിൽ നിന്ന് കേൾക്കുന്നത് പലതും അവരുടെ വിശ്വാസത്തെ തകർത്തു കളയുന്നതാണ്, തണുപ്പിക്കുന്നതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള തീഷ്ണത പോലും നമ്മുടെ തലമുറകൾക്ക് കിട്ടുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ അയ്യം വിളിച്ച് കരയണം. ഇനി എന്നാണ് നമ്മൾ കരയുന്നത്? ഹല്ലേലൂയ. ഇനി നമുക്ക് സമയം വേറെയില്ല. നമ്മൾ എത്രയും വേഗത്തിൽ ഉണരട്ടെ. നമ്മൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചിട്ട് പോയി, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. കാരണം നമുക്ക് അവിടെ പോകണമല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം ദൈവം നൽകി തന്നതിൽ. കർത്താവിൻ്റെ നാവായി എവിടെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ അവിടെല്ലാം എന്നെ കൊണ്ടുപോകണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. ആരോട് റിക്വസ്റ്റ് ചെയ്യാറില്ല എനിക്കൊരു ചാൻസ് തരണമെന്ന്. പരസ്യയോഗങ്ങൾ ശുശ്രൂഷിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്. ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്കും ഓട്ടോയിലൊക്കെയാണ് യാത്ര ചെയ്ത് സുവിശേഷീകരണം ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇറക്കിയ ഒരു ട്രാക്റ്റുണ്ട്. ആ ട്രാക്റ്റും കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ശുശ്രൂഷയൊന്നും ഇല്ല എങ്കിൽ ഞാനായിട്ട് ട്രാക്റ്റുമായിട്ട് അങ്ങോട്ട് പോകും. കർത്താവ് എവിടേക്കാണോ പോകാൻ പറയുന്നത് അവിടേക്ക് പോകും. കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചില സഹോദരങ്ങൾ വാങ്ങും, ചിലർ വാങ്ങില്ല. ചിലർ വാങ്ങി കണ്ടുകൊണ്ട് നിൽക്കെ തന്നെ ചുരുട്ടി അങ്ങ് വലിച്ചെറിയും. ചിലരത് പെട്ടെന്ന് വായിക്കും, ചിലർ അഭിപ്രായം പറയും, ചിലർ അതിൽ നിന്ന് കൂടുതൽ അറിയണമെന്ന് താല്പര്യം കാണിക്കും, ചിലർ ഉപദേശിക്കും. ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതെന്ന്. എന്നാൽ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് കഴിയുന്നിടത്തോളം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക. പക്ഷെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ദേവദാസനോട് ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിത്യതയിൽ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര ഘനമേറിയ ഒരു മെസ്സേജുമായിട്ട് എന്നെ പറഞ്ഞു വിട്ടത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാരുണ്ട് ഈ വേദി അലങ്കരിക്കുവാൻ. എന്നെക്കാൾ യോഗ്യന്മാരായ എത്രയോ ശുശ്രൂഷകരുണ്ട്, എത്രയോ ശുശ്രൂഷ സഹോദരിമാരുണ്ട്. പക്ഷേ കർത്താവ് എന്നെ വേർതിരിച്ച് നിർത്തിയിട്ട് ഇത്രയും വലിയൊരു ദൂത് തന്ന് എന്നെ അയച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ ആർക്കൊക്കെയോ
ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എന്തൊക്കെയോ വെല്ലുവിളികൾ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. പലപ്പോഴും ആഗ്രഹിക്കുന്നു, കർത്താവേ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒന്ന് ക്രമപ്പെടണം, പക്ഷെ കഴിയുന്നില്ല. വചനത്തിൽ ആശ്രയിക്കണമെന്നുണ്ട്, കഴിയുന്നില്ല. കർത്താവിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നേറാൻ, ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. ഇന്ന് സഭ ഒരുക്കിയിരിക്കുന്ന ഈ വിരുന്നിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഹൃദയപൂർവ്വം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം നിങ്ങളിൽ ചെയ്യാൻ പോകുന്ന ശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ തൊഴുത്തിലെ ആടുമാടുകളുടെ എണ്ണം വർദ്ധിക്കുമെന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, നിങ്ങളുടെ കലത്തിലെ മാവ് വർദ്ധിക്കുമെന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ ഭരണിയിലെ എണ്ണ വർദ്ധിക്കുമെന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ തൃപ്തി വരാൻ സാധ്യതയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, അതൊക്കെയും സംഭവിക്കും. സംശയിക്കേണ്ട. എൻ്റെ കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം കുറയ്ക്കില്ല. കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആഹാരം കൊടുക്കുവാൻ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രികാലം പറയട്ടെ, നാം വിശേഷതയുള്ളവരാണെങ്കിൽ, നമ്മെ വിളിച്ച വിളി ശ്രേഷ്ഠമായ വിളിയാണെങ്കിൽ, ആമേൻ, കർത്താവിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ നമുക്ക് ആ വിളിയെക്കുറിച്ച് ഹല്ലേലൂയ അപ്പോസ്തലൻ നമ്മളോട് പറയുന്ന ഭാഗം, ഹല്ലേലൂയ, നമുക്ക് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ കൂടി വായിച്ച ദൈവസന്നിധിയിൽ നമുക്ക് തലകളെ വണക്കാം. പ്രിയമുള്ളവരെ, സമാധാനത്തിന്റെ ദൈവം തന്നെ, ആമേൻ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും, ആമേൻ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ, ആമേൻ, അശേഷം പൂർണ്ണമായി യേശു കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും. നിന്ദിക്കപ്പെടാൻ പറ്റാത്ത വിധം വിശുദ്ധീകരിക്കപ്പെട്ട് വെളിപ്പെടും. കാക്കപ്പെടുമാറാകട്ടെ. ഒരു അപ്പോസ്തലന്റെ ആശീർവാദമാണ്. ആമേൻ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. വിശ്വസിക്കുന്നവർ കരമുയർത്തി പറഞ്ഞാട്ടെ, എന്നെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. തുടർന്ന് വായിക്കാം സിസ്റ്റർ. അവനത് നിവർത്തിക്കും. വിശ്വസിക്കുന്നവർ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞാട്ടെ, എന്നെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. എന്നെ ശുദ്ധീകരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്നെ ശുദ്ധീകരിച്ച് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ, ആമേൻ, വിശുദ്ധിയെ തികയ്ക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കും. എനിക്ക് കൃപ തരും. കണ്ണുകളെ അടച്ച് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയാൻ മനസ്സ് വരുന്നവർക്ക് കരയാം, നിലവിളിക്കാൻ മനസ്സ് വരുന്നവർക്ക് നിലവിളിക്കാം. ഇന്ന് രാത്രികാലം കർത്താവേ, ആമേൻ, ആ സത്യത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ ദൈവത്തിൻ്റെ വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. എന്നെ ശോധന ചെയ്ത് എൻ്റെ അന്തരിന്ദ്രിയങ്ങളിൽ നിന്ന് അഴുക്കിനെ പുറത്തു കളയണമേ. കർത്താവിന് കൊള്ളാകുന്നവനായി, എൻ്റെ കർത്താവിന് പ്രയോജനമുള്ളവളായി, കർത്താവിൻ്റെ വരവിങ്കൽ പ്രാഗൽഭ്യത്തോടെ മുന്നിൽ നിൽക്കുന്നവനായി മാറ്റുവാൻ ഞാൻ എന്നെ തന്നെ തരുന്നു എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹൃദയനുറുക്കത്തോടെ ഹല്ലേലൂയ, ഈ രാത്രികാലം നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവ് കേൾപ്പിച്ച തിരുവചനങ്ങളുടെ മുന്നിൽ ആമേൻ സാഷ്ടാംഗം വീഴാം. പ്രിയമുള്ളവരെ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ സ്വാധീനിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളുണ്ട്, ദുഷ്ടാന്ധകാര വ്യാപാരങ്ങളുണ്ട്. ആമേൻ, ദുഷ്ടൻ്റെ സകല കെണികളെയും പൊട്ടിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആമേൻ, പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശു കർത്താവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച്, ആമേൻ, സത്യവചനത്തെ അനുസരിച്ച്, ആമേൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ട ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തോട് യാചിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേഗത്തിൽ ഒരുങ്ങുക. ഹല്ലേലൂയ. കാലം ഇനി ഏറെയില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ സജ്ജനായി നമ്മോട് കൂടെ നിൽക്കുമ്പോൾ നാം മറ്റു കാര്യങ്ങളെ നോക്കി നമ്മുടെ കണ്ണിനെ, ആമേൻ, നമ്മുടെ കാതുകളെ, നമ്മുടെ ഹൃദയത്തെ അലക്ഷ്യമാക്കരുത്, മന്ദമാക്കരുത്. ഹല്ലേലൂയ. എരിവോടെ എരിയുന്നൊരനുഭവം കർത്താവേ, ഇന്ന് രാത്രികാലം മുതൽ ആമേൻ ഒരു പുതിയ അനുഭവം, ആത്മീയ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകട്ടെ. സഭാ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകട്ടെ. അടിയങ്ങൾ സഭയ്ക്കൊരു മുതൽക്കൂട്ടായി തീരട്ടെ. ദേശത്തിനൊരു അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ദേശത്ത് നിന്ന് അനേകം ആമേൻ, ഹല്ലേലൂയ, ശക്തികളിൽ നിന്ന് അനേകരെ വലിച്ചെടുക്കുവാനുള്ള കൃപയും ശക്തിയും എൻ്റെ മേൽ എൻ്റെ ദൈവം പകരണമേ. ആമേൻ. കർത്താവ് എന്തുദ്ദേശത്തോടെ എന്നെ ലോകത്തിൻ്റെ
വെളിച്ചമാക്കി വെച്ചിരിക്കുന്നുവോ, ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, ആമേൻ, എൻ്റെ ദൈവത്തിന് വേണ്ടി ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ, പീഡിതരെ ആശ്വസിപ്പിക്കുവാൻ, ദരിദ്രന് സുവിശേഷം നൽകുവാൻ, അന്ധന് കാഴ്ച നൽകുവാൻ എന്നെയും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നാം ഒരുക്കപ്പെട്ടവരെങ്കിൽ നമ്മുടെ മേൽ ശക്തിയെ പകരുവാൻ ദൈവം വിശ്വസ്തൻ. അവൻ വിളിച്ചവൻ വിശ്വസ്തൻ. അവൻ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. യേശു കർത്താവിൻ്റെ നാമത്തിൽ നമ്മെ ആകർഷിച്ച് അടുപ്പിച്ച ദൈവം വിശ്വസ്തൻ. ദൈവം അത് നിവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. പ്രിയമുള്ളവരെ, മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാത്സല്യ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതും മനോഹരവുമായ ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതോർത്ത സ്തോത്രം. കർത്താവേ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, എൻ്റെ പിതാവ് തോട്ടക്കാരനും. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ചെത്തി വെടിപ്പാക്കുന്ന ദൈവവചനം പറയുമ്പോൾ, ആമേൻ കർത്താവേ, ചില കൊമ്പുകളെ അവിടെ നിന്ന് രാത്രികാലം ചെത്തിയതോർത്ത സ്തോത്രം. ചിലത് എൻ്റെ ദൈവം അവിടുന്ന്, ഹല്ലേലൂയ, പണിയുന്നതിനായി സ്തോത്രം. ആമേൻ. ചില യാഗപീഠങ്ങൾ കൂടി പണിയപ്പെടട്ടെ കർത്താവേ. ആമേൻ. ഉണർന്ന് ശോഭിക്കുവാൻ, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ചില ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്നുവല്ലോ നാഥ. ചില സാഹചര്യങ്ങൾ കർത്താവേ, ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ പിന്നോട്ട് വലിക്കുന്ന അവസ്ഥയിൽ ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ ഞരങ്ങുന്ന ചില വ്യക്തികൾ അവിടുത്തെ സന്നിധിയിൽ ഇന്ന് ഹൃദയനുറുക്കത്തോടെ ആയിരിക്കുന്നതല്ല കർത്താവേ. നാഥ, കൃപ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം വിശ്വസ്തനായി ഞങ്ങളോട് കൂടിയിരിക്കയാൽ സ്തോത്രം. വിളിച്ചവൻ വിശ്വസ്തൻ, അവിടുന്ന് അത് നിവർത്തിക്കും. ആഗ്രഹിക്കുന്ന ഓരോ ഹൃദയങ്ങളിലും ഇന്ന് രാത്രികാലം അവിടുത്തെ സ്നേഹം പകരുന്നതിനായി സ്തോത്രം കർത്താവേ. ആമേൻ. ഈ ദേശത്ത് എൻ്റെ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ സഭയ്ക്കായി സ്തോത്രം. സഭയിലായിരിക്കുന്ന സകല മക്കൾക്കായും സ്തോത്രം. ആമേൻ. അവരെ സൂക്ഷിക്കുവാൻ, അവർക്ക് പഥ്യോപദേശം പകർന്നു നൽകി ആമേൻ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കുവാൻ എൻ്റെ ദൈവമാക്കി വെച്ചിരിക്കുന്ന വിലപ്പെട്ട ശുശ്രൂഷക്കാർക്കായി സ്തോത്രം. അവിടുത്തെ അഭിഷിക്തനെ, കുടുംബത്തെ, തലമുറകളെ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധനെ, ആമേൻ, കൂട്ട സഹോദരങ്ങൾ, സംഘടന സകലതും അവിടുത്തെ നാമമഹിമയ്ക്കായി നിലകൊള്ളുവാൻ ദൈവം ഇനിയും സഹായിക്കും. അടിയങ്ങളെയും കുടുംബമായി തലമുറകളായി ശുശ്രൂഷയായി താഴ്ത്തി ഏൽപ്പിക്കുന്നു നാഥ. ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവിക സാന്നിധ്യം അവിടുത്തെ വരവ് വരെയും ഞങ്ങളോട് കൂടിരിക്കണമേ. ആമേൻ. ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ആയിരിക്കുവാൻ, ആമേൻ, കർത്താവിനെ പ്രസാദിപ്പിച്ച് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യതയെ അവകാശമാക്കുവാൻ ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണമേ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന ആഹ്വാനത്തോടെ ഇന്ന് ആമേൻ ഈ വിശുദ്ധ കൺവെൻഷൻ്റെ 1-ാം രാത്രികാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നാഥൻ്റെ കൃപ ഞങ്ങളുടെ മേൽ, ഈ ദേശത്തിന്മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. മുഴുവൻ മഹത്വം അവിടത്തേക്ക് അപ്പാ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചയക്കുന്നതിനായി സ്തോത്രം. സ്വർഗീയ സാന്നിധ്യം കൂടിയിരിക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തുണ നിൽക്കും. മടക്കയാത്രയിൽ അവിടുത്തെ മക്കളോട് കൂടെ ഇരുന്ന് വഴി നടത്തും. എല്ലാ നല്ല ദാനങ്ങളാലും അവിടെ നിന്ന് നിറയ്ക്കും. മുഴുവൻ മഹത്വം അവിടത്തേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ.